മനസ്സിലാവും. ഇനി മൈക്ക് ഓപ്പൺ ചെയ്ത് പറയാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ. വെരി ഗുഡ്. നമ്മൾ നാളെയായിരുന്നു പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബറാത്തിന്റെ നോമ്പും പിന്നെ അങ്ങനൊക്കെ ആയതുകൊണ്ട് ഇന്നത്തേക്ക് പെട്ടെന്ന് ഷെഡ്യൂൾ മാറ്റിയതാണ്. നിലവിൽ 2 ദിവസമായിട്ട് കോഴിക്കോടാണ് ഉണ്ടായിരുന്നത്. കോഴിക്കോട് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇപ്പം കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. അപ്പൊ ഈ ഗൂഗിളിലേക്ക് ലൈവ് ഇടുന്നത് എന്റെ ഫസ്റ്റ് ടൈമാണ്. സോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഗ്രൂപ്പ് വഴിയോ അല്ലെങ്കിൽ പേഴ്സണലോ ഒക്കെ അറിയിക്കാം. നമുക്ക് പിന്നീട് അടുത്ത ശ്രമം വരുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഇന്നത്തെ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാം. ഓക്കെ. ഇത് വിജയകരമാണെങ്കിൽ ഇതിന്റെ റെക്കോർഡ് ലിങ്ക് ഞാൻ ഗ്രൂപ്പിൽ എന്തായാലും ഉണ്ടാവും. അപ്പൊ അതിൽ റെക്കോർഡ് ആവശ്യമുള്ളവർക്ക് കാണുകയൊക്കെ ചെയ്യാം. ഓക്കെ. നമ്മൾ വളരെ ഗൗരവമേറിയിട്ടുള്ള ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. സാധാരണ പാരന്റിങ്ങിന്റെ ക്ലാസ് ആയാലും മറ്റേത് ക്ലാസ് ആണെങ്കിലും ഞാൻ ഗൗരവത്തിൽ ക്ലാസ് എടുക്കേണ്ട അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിക്കുന്ന സാഹചര്യങ്ങൾ വളരെ കുറവാണ് ക്ലാസ്സിൽ. പക്ഷെ ഇന്നത്തെ വിഷയം അതീവ ഗൗരവമേറിയ വിഷയമായതുകൊണ്ട് തന്നെ ക്ലാസ്സിലേക്ക് എനിക്ക് പിന്നെ കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോമഡികൾ പോലും ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ഞാൻ തയ്യാറല്ല. കാരണം അത്ര കണ്ട് ഞാൻ ഈ വിഷയം ഏറ്റെടുക്കാൻ തയ്യാറാക്കാൻ വേണ്ടി കാരണം ജസ്റ്റ് 1 സെക്കൻഡ്. ഓക്കെ. ഫാൻ ഉള്ളത് കൊണ്ട് ഇങ്ങനെ സൗണ്ട് ബുദ്ധിമുട്ടാണെന്ന് കരുതിയിട്ടാണ് ഫാൻ ഓഫ് ചെയ്യണം. Okay. ഈ കണ്ടന്റ് ഞാൻ തയ്യാറാക്കാൻ വേണ്ടി കാരണം കഴിഞ്ഞ ഒരു 10 ദിവസത്തിന്റെ ഇടയിലായിട്ട് വളരെ മാനസികമായിട്ട് പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വാർത്ത എനിക്ക് കേൾക്കാനിടയുണ്ടായി. എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുടെ തൊട്ടയൽപ്പക്കത്തുള്ള ഒരു കുട്ടി ഏകദേശം 7ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന 12 വയസ്സുള്ള ഒരു കുട്ടിയാണ്. വീട്ടില് പിന്നെ ഒരു സാഹചര്യത്തിൽ കുട്ടിയെ ആത്മഹത്യ ചെയ്തതായിട്ട് അല്ലെങ്കിൽ കുട്ടി പിന്നെ സ്വയം മരണത്തിലേക്ക് പോയിട്ടുള്ള ഒരു സാഹചര്യം കാണുകയുണ്ടായി. ആ വാർത്ത കേട്ടപ്പോ ഞാൻ ആ കുട്ടിയെ ഇന്നേവരെ കണ്ടിട്ടില്ല. എനിക്കറിയാത്തൊരു കുട്ടിയാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ആ ഒരു പ്രായത്തിലുള്ള ഒരു കുട്ടി ഈ രീതിയിലുള്ള ഒരു അറ്റംപ്റ്റിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോ നമ്മുടെ വീട്ടിലും പിന്നെ നമ്മുടെ ചുറ്റുഭാഗത്തും ഞാൻ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ ഒരുപാട് കുട്ടികളൊക്കെ ഉള്ളതാണ്. നമ്മൾ ഈ പ്രായക്കാരായിട്ടുള്ള കുട്ടികളുമായിട്ട് ഇടപഴകുന്നത് കൊണ്ട് തന്നെ ഈ വാർത്ത എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തി. വല്ലാതെ പ്രയാസപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം ഞാൻ അതിനെ ഇങ്ങനെ എന്ത് പറ്റി, എവിടെയാണ് ഇതിനൊരു പോരായ്മ സംഭവിച്ചത് എന്നുള്ള രീതിയിലേക്ക് ഒരുപാട് ആലോചനകൾ അതിലേക്ക് പോയി. അതിലേക്ക് ബന്ധപ്പെട്ട ആളുകളിലേക്ക് വെറുതെ ഒരു എൻക്വയറി പോലെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ചെറിയ രീതിയിലുള്ളൊരു പിന്നെ സംസാരങ്ങള് അതുമായി ബന്ധപ്പെട്ട അയൽവാസികളിലേക്കും അല്ലെങ്കിൽ ആ സ്കൂളിലേക്കൊക്കെ ആയിട്ട് ഇങ്ങനെ വെറുതെ ഒന്ന് സംസാരിക്കാൻ ഇടയുണ്ടായപ്പോ ഏഹ് നമ്മൾ ഒരു കാരണവശാലും അത്തരത്തിൽ ഒരു സാഹചര്യത്തിൽ ഒരാൾ ആ ഒരു രീതിയിലേക്ക് ചെന്നെത്തണം എന്ന് ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന രീതിയിലേക്കുള്ള ചില ഒരു കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കിട്ടിയത്. ഈ തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട് ഒരുപാട് ഇങ്ങനെ കേൾക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഞാന് ഇന്ന് ഈ വിഷയത്തിലേക്ക് മാറിയത്. നേരത്തെ ഞാൻ ഈ വിഷയമായിരുന്നില്ല ഇന്ന് പിന്നെ തയ്യാറാക്കി വെച്ചത്. ഈ ഫ്രീ ക്ലാസ്സിന് വേണ്ടി ഈ വിഷയമായിരുന്നില്ല തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിലുള്ള ക്രൈം റിപ്പോർട്ട്സിന്റെ അടിസ്ഥാന പ്രകാരം ഇന്ത്യയിൽ ഏകദേശം ഒരു വർഷത്തിൽ 13,000 കുട്ടികളാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത്. 13,000 കുട്ടികൾ ഒരു വർഷം മരണത്തിന് സ്വമേധയാ കീഴടങ്ങുന്ന അല്ലെങ്കിൽ അവര് മരണത്തെ പിന്നെ എന്താ പറയാ അതിലേക്ക് ചെന്നെത്തുന്ന ഒരു കണക്ക് എന്ന് പറയുന്നത് 13,000-ലും ഒരു ജസ്റ്റ് പോയിന്റ് കൂടുതലാണെന്നാണ്. ഇത് 2022 വരെയുള്ള കണക്കുകൾ മാത്രമാണ് നിലവിൽ പരസ്യപ്പെടുത്തിയിട്ടുള്ളത്. അതിന്റെ തൊട്ട് മുമ്പും ഏകദേശം 13,000 സംതിങ് തന്നെയാണ് ഉള്ളത്. അതിന്റെ തൊട്ട് മുമ്പിൽ 12,000 ചില്ലറാണ് ഉള്ളത്. പക്ഷെ ക്രമാതീതമായിട്ട് കൊറോണയുടെ ശേഷമാണ് കുട്ടികളിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവണത വല്ലാണ്ട് കൂടുന്നത്. ഏകദേശം കണക്കുകൾ പറയുന്നത് കേരളത്തിൽ പ്രതിവർഷം 400-ൽ പരം 350-ന്റെ മുകളിൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമങ്ങളിലേക്ക് പിന്നെ ആത്മഹത്യയിലേക്ക് എത്തിപ്പെടുന്നുണ്ടെന്നാണ്. നമ്മുടെ കുട്ടികൾക്ക് എന്ത് പറ്റി നമ്മുടെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികൾ പോകാൻ വേണ്ടി? നമ്മള് വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ട്
അല്ലെങ്കിൽ നമുക്കൊരു കാരണവശാലും നമുക്കിത് അത്രയധികം നമ്മുടെ കുട്ടികളല്ലെങ്കിലും ഇത്തരത്തിലുള്ള വാർത്ത എന്ന് പറയുന്നത് ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രയാസപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. എന്നെപ്പോലെ നിങ്ങൾക്കും അങ്ങനൊക്കെ തന്നെയാണ്. മൈക്ക് മ്യൂട്ട് ചെയ്യണേ. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിഷയത്തിലേക്ക് നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത് തുടങ്ങുന്നത്. എവിടെയാണ് നമ്മുടെ കുട്ടികൾക്ക് പോരായ്മ സംഭവിക്കുന്നത്? കുട്ടികൾക്കാണോ പോരായ്മ സംഭവിക്കുന്നത്? അല്ല രക്ഷിതാക്കളായിട്ടുള്ള നമുക്കാണ് പോരായ്മ സംഭവിക്കുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. അതാണ് നമ്മൾ ഇന്ന് ഏത് രീതിയിലേക്കാണ് നമുക്ക് അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ മക്കളിൽ അത്തരത്തിലുള്ള ഒരു പ്രവണത എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മളിലേക്ക് വരുത്തണം എന്നുള്ളതാണ് ഈ ഒരു ആകെത്തുകയായിട്ട് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്കൊന്നു ഇതൊന്നും ഒരു പൂർണ്ണമായ പരിഹാരമല്ല. പക്ഷെ നമുക്ക് പലർക്കും ഉള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഒരുപക്ഷെ നമ്മുടെ മക്കളിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ചിന്തകൾ കടന്നു പോകുന്നുണ്ട് എങ്കിൽ നമ്മൾ അതിനെ പൂർണ്ണമായിട്ടും തുടക്കം മുതലേ പരിഹരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, അങ്ങനെ പരിഹരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ കുട്ടിയുടെ ഒരു കണ്ണീര് അവിടെ അവസാനിക്കുകയും ജീവിതത്തിലേക്ക് പൂർണ്ണമായിട്ടും നല്ല ഹാപ്പി ആയിട്ട് ആ കുട്ടി തിരികെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ആ കുട്ടിയെ കൈപിടിച്ച് കൊണ്ടുവരാനും വേണ്ടി പറ്റും. ഞാനൊരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ. നമ്മുടെ ഈ അടുത്ത ഒരു സമയത്തായിട്ട് നമുക്കിടയിൽ നടന്ന നമ്മുടെ കുട്ടികൾക്കിടയിൽ ഈ ഒരു ചുറ്റുഭാഗത്ത് നടന്ന കുറച്ച് വാർത്തകളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. സൗണ്ട് കേട്ടിരുന്നോ അതിൽ ആ വീഡിയോയിൽ? ഇല്ല. ഓക്കെ. വീഡിയോ മാത്രമായിരുന്നു കണ്ടതല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഈ അടുത്ത കാലത്ത് ഈ ഈ ഒരു സറൗണ്ട്സിൽ നമ്മളെ ഈ കേരളത്തിന്റെ ഭാഗങ്ങളിൽ പല രീതിയിൽ നടന്ന കുറച്ച് ആത്മഹത്യാ വാർത്തകളാണ്. എന്റെ ഭാഗത്ത് എന്റെ തൊട്ടടുത്ത് ഞാൻ ജോലി ചെയ്യുന്ന തൊട്ടടുത്ത സ്ഥലത്ത് ഒരു കുട്ടിയുടെ ഒരു പ്രയാസം ഉണ്ടായി. കുട്ടി വൈകുന്നേരം പിന്നെ ട്രെയിനിന്റെ മുമ്പിലേക്ക് ചാടിയിട്ട് ആത്മഹത്യ ചെയ്തു. ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. പിന്നീട് ഒരു സന്ദർഭത്തിൽ ആ കുട്ടിയുടെ പിതാവുമായിട്ട് സംസാരിക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ക്ലാസ്സിന്ന് കുട്ടിക്ക് ടീച്ചറിൽ നിന്നും ഒരു ഷെയിം ചെയ്യുന്ന ഒരു ബാക്കിയുള്ള കുട്ടികൾക്കിടയിൽ ആ കുട്ടിയെ ഒരു പരസ്യമായിട്ട് അപമാനിക്കുന്ന രീതിയിലുള്ള ചില സംസാരങ്ങൾ ഉണ്ടാവുകയും വീട്ടിൽ വന്ന് വളരെ പ്രയാസപ്പെട്ട് എന്റെ ഈ ഒരു വിഷമം ഞാൻ ആരോട് സംസാരിക്കും എന്നറിയാതെ മൊത്തത്തിലൊന്ന് പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് വീട്ടിൽ വന്ന ഉടനെ കുട്ടി ഒരു ആശ്വാസം എന്ന രീതിയിൽ കുട്ടിയുടെ കയ്യിൽ അവിടെയുള്ള ഒരു ഫോണ് കുട്ടി എടുക്കുകയാണ്. ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് വീട്ടിലുള്ളവര് കുട്ടിയോട് വന്ന ഉടനെ ഫോൺ എടുത്തതിന് വല്ലാണ്ട് പ്രയാസപ്പെടുത്തി. അപ്പൊ കുട്ടിയുടെ മാനസികാവസ്ഥ, കുട്ടി സ്കൂളിൽ നിന്നും വളരെ അപമാനിതയായി ബാക്കിയുള്ള കുട്ടികൾക്കിടയിൽ ഭയങ്കര പ്രയാസപ്പെട്ട് ഒരു എല്ലാവരുടെ ഇടയിലും മോശമാക്കപ്പെട്ടപ്പോ അതൊക്കെ ഒന്നിങ്ങനെ മനസ്സിൽ വെച്ചിട്ടാണ് ഈ കുട്ടി വീട്ടിലേക്ക് വന്ന് വീട്ടിൽ നിന്ന് ഫോൺ എടുത്ത ഉടനെ വീട്ടില് ബ്രദർ വല്ലാണ്ട് ഷൗട്ട് ചെയ്തു. അങ്ങനെ ഒരു പ്രയാസം കുട്ടിക്ക് വന്നപ്പോ കുട്ടി ആകെ മൊത്തത്തില് ഉള്ള ഒരു വിഷമം കുറച്ചും കൂടി അധികരിച്ചപ്പോ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി. തൊട്ട് കുറച്ച് നടന്നാൽ എത്തുന്നത് ഒരു റെയിൽവേ ട്രാക്കിലേക്കാണ്. മുന്നും പിന്നും നോക്കാതെ കുട്ടി അടുത്ത് വന്ന ട്രെയിനിലേക്ക് മുന്നിലേക്ക് ചാടിയിട്ട് ആത്മഹത്യ ചെയ്തൊരവസ്ഥ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഈ വിഷയം ഉണ്ടാക്കാൻ
ഇതിലേക്ക് എന്റെ ശ്രദ്ധ പോകാൻ വേണ്ടി, നമ്മുടെ ക്ലാസ്സിന്റെ ടോപ്പിക്ക് മാറ്റാൻ വേണ്ടി ശ്രദ്ധ തിരിഞ്ഞ് ആ കുട്ടിയുടെ മരണത്തിലേക്ക് പോയപ്പോ, സ്കൂളിൽ എന്തോ ഡെസ്കിനോ മറ്റോ ഒക്കെ കുറച്ച് മഷിയൊക്കെ ആയ സമയത്ത് ഉണ്ടായിരുന്ന എന്തോ ഒരു ടീച്ചർ പറഞ്ഞതും കുട്ടി അത് ചെയ്തപ്പോ ബാക്കിയുള്ള കുട്ടികളെ ഏറ്റുപിടിച്ചതൊക്കെ ആയിട്ടുള്ള ഒരു പ്രയാസം. പക്ഷെ ഈ 4ഉം 5ഉം അല്ലെങ്കിൽ ഒരു 10ഉം 8ഉം ഒക്കെ അല്ലെങ്കിൽ ക്ലാസ്സിൽ പഠിക്കുന്ന വയസ്സുള്ള മക്കൾക്ക് എങ്ങനെയാണ് മരണത്തിലേക്ക് പോകാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്താൽ മരിക്കും എന്നൊരു മെസ്സേജ് നമ്മുടെ കുട്ടികൾക്ക് എവിടുന്ന് കിട്ടുന്നു? നമ്മൾ സ്വയം ചോദ്യം ചെയ്യേണ്ട, അതിനൊരു പരിഹാരം കണ്ടെത്തേണ്ട ഒരു ചോദ്യമാണ്. വളരെ ഗൗരവമുള്ള ഒരു ചോദ്യമാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുമ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ കുട്ടിക്ക് എങ്ങനെയാണ് അറിവ് വന്നത്? ജനലിലേക്ക് തന്റെ അമ്മയുടെ ഷോൾ എടുത്ത് കട്ടി താഴേക്ക് ഇട്ട് അതിലേക്ക് നമ്മുടെ കയറ് കുറ്റുന്നതിന് പകരം നമ്മൾ ഈ ഷോള് നമ്മളെ കഴുത്തിലേക്ക് ഇങ്ങനെ കെട്ടി മുറുക്കി കഴിഞ്ഞാൽ ഞാൻ മരിക്കും എന്നുള്ള ഒരു മെസ്സേജ് നമ്മുടെ കുട്ടികൾക്ക് ഇത്ര ചെറുപ്പത്തിൽ എവിടെ നിന്ന് കിട്ടി? അവിടൊക്കെ നമ്മൾ പരിഹരിക്കപ്പെടണം. അവിടുന്നൊക്കെ നമ്മുടെ ഇതിലുള്ള പരിഹാര മാർഗങ്ങൾ അവിടുന്നൊക്കെ തുടങ്ങണം. കേവലം കുട്ടിയിലേക്ക് വരുന്ന ചില കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകളുടെ അടുത്തേക്ക് പോകുന്നതോ അല്ലെങ്കിൽ കൗൺസിൽ ചെയ്യുന്നതോ ഒന്നും അതിന്റെ ഒക്കെ കൂടെ നമ്മുടെ ഇപ്പോൾ ഉള്ള കുട്ടികൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് നമ്മുടെ കുട്ടിക്ക് പോവാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കൈക്കൊള്ളണം എന്നുള്ളത് നമ്മൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലുള്ളതിൽ നിന്നും കൃത്യമായിട്ട് പഠിച്ചെടുക്കണം. നമ്മുടെ കുട്ടിക്ക് ആ ഒരു രീതിയിൽ എന്തെങ്കിലും മെസ്സേജ് ഏതൊരു സ്വഭാവവും കുട്ടിക്ക് ഉണ്ടാവണമെങ്കിൽ കുട്ടിക്ക് കൃത്യമായിട്ടുള്ള ഒരു പഞ്ചേന്ദ്രിയങ്ങളിലൂടെയുള്ള ഒരു അറിവ്, ഒരു ടച്ചിങ് അല്ലെങ്കിൽ ഒരു കണ്ട് അല്ലെങ്കിൽ ഒരു മണത്തറിഞ്ഞ് അല്ലെങ്കിൽ രുചിച്ചറിഞ്ഞ് ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു അറിവ് കുട്ടിക്ക് ഉണ്ടായാൽ മാത്രമേ കുട്ടിക്ക് ഈ ഒരു രീതിയിലേക്കുള്ള ഒരു അപ്രോച്ചിലേക്ക് പോകാൻ വേണ്ടി കഴിയുള്ളൂ. ഓക്കെ. അപ്പൊ നമ്മളൊന്ന് നമ്മുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള അതിപ്പോ സീരിയൽ ആവാം, സിനിമയാവാം, അല്ലെങ്കിൽ മറ്റു നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും എന്താ പറയുക വിഷ്വൽ എയ്ഡ്സ് എന്നുള്ള ഏതെങ്കിലും കാര്യങ്ങളാവാം. നമ്മളെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം എന്നാണ് ആകെ തുകയായിട്ട് ആദ്യം തന്നെ നിങ്ങളടുത്ത് പറഞ്ഞു വരുന്നത്. നമ്മുടെ കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന ആത്മഹത്യക്ക് പൊതുവെ ഒരു 4-5 കാരണങ്ങളാണ് പറയപ്പെടുന്നത്. എല്ലാ കുട്ടികളും ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ന കുട്ടി ആത്മഹത്യ ചെയ്യും എന്നല്ല ഈ പറയുന്നതിന്റെ അർത്ഥം. പക്ഷെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾക്കിടയിൽ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ കൂടുതൽ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് എന്നാണ് പല പഠനങ്ങളും പറയുന്നത്. അതിൽ ഒന്നാമത്തേതായിട്ട് പറയുന്നത് കുട്ടികൾക്ക് ഉണ്ടാകുന്ന പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അക്കാഡമിക് ലെവലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ട്രെസ്സാണ്. ഇവിടെ എന്താണ് പരിഹാരം അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എന്തൊക്കെയാണ് അവിടെ നേരിടേണ്ടി വരുന്നത്? ഒന്ന് അമിതമായിട്ടുള്ള പ്രതീക്ഷകളാണ്. എന്റെ നാട്ടില് നമ്മുടെ അടുത്ത് നമ്മുടെ ഒരു സുഹൃത്തിന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നൊരു കുട്ടിയാണ്. കുട്ടിയുടെ ആവശ്യമല്ല MBBS പഠിക്കണം എന്നല്ല. 2ാം വർഷം എത്തി. കുട്ടിക്ക് തീരെ സഹിക്കാൻ വേണ്ടി ഈ കോഴ്സുമായിട്ട് കുട്ടിക്ക് തീരെ പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോ സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് കുട്ടി ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടി MBBS പുറത്തേക്ക് പോകാൻ വേണ്ടി രക്ഷിതാക്കളുമായി സംസാരിച്ച് എനിക്ക് ഒരു വിധത്തിലും MBBS മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് കുട്ടി തീർച്ച പറഞ്ഞപ്പോ ഒരു കൗൺസിലിങ്ങിന് വേണ്ടി വന്നതാണ് ഈ കുട്ടി. നമ്മുടെ കുട്ടിക്ക് കുട്ടിയുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ടുള്ള കോഴ്സുകളെ തിരഞ്ഞെടുത്ത് കൊടുക്കാൻ വേണ്ടി നമുക്ക് കഴിയണം. നമ്മുടെ ഈ പറയപ്പെട്ട കേസിൽ ഈ പിതാവ് നല്ല കോടീശ്വരനാണ്, നല്ല പൈസക്കാരനാണ്. അപ്പൊ ഇയാളുടെ ആവശ്യമാണ് എന്റെ കുട്ടി MBBS പഠിക്കണം എന്നുള്ളത് ഇയാളുടെ ആവശ്യമാണ്. കുട്ടിയുടെ ആവശ്യമല്ല. കുട്ടിയുടെ അഭിരുചിയോ അല്ലെങ്കിൽ കുട്ടിയുടെ താല്പര്യങ്ങളോ കുട്ടിയുടെ കഴിവോ ഒന്നും ഇതുമായിട്ട് കണക്റ്റഡ് ആകുന്ന അല്ലെങ്കിൽ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്ന ഒരു രീതിയിലല്ല. പക്ഷെ നാട്ടിലെ ഏറ്റവും വലിയ പൈസക്കാരനായ ഇയാൾക്ക് എന്റെ കുട്ടി ഒരു MBBS കാരിയാവണം അല്ലെങ്കിൽ എന്റെ കുട്ടി ഒരു ഡോക്ടർ ആവണം എന്നുള്ളത് ഇയാളുടെ അഭിമാന പ്രശ്നമായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ കോടികൾ എറിഞ്ഞ് ലക്ഷങ്ങൾ എറിഞ്ഞ് MBBS സീറ്റ് വാങ്ങുകയും തന്റെ കുട്ടിക്ക് MBBS സീറ്റ് വാങ്ങിക്കൊടുത്ത് കുട്ടിക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ സെക്കൻഡ് ഇയറിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം 50 ലക്ഷത്തിന്റെ മുകളിൽ ഇയാൾക്ക് 2 കൊല്ലം കൊണ്ടുണ്ടായിരുന്ന ഒരു നഷ്ടമാണ്. ഈ നഷ്ടത്തിന്റെ പുറത്ത് ഈ കുട്ടിയുടെ മേൽ ഇയാൾ എന്തെങ്കിലും പ്രഷർ കാണിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കുട്ടിയിൽ ഉണ്ടാകുന്ന ഒരു ഇമോഷണലി ഉണ്ടാകുന്ന പ്രയാസം എല്ലാ കുട്ടികൾക്കിടയിലും ഫൈനലി ഈ ആത്മഹത്യ പോലെയുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്ന ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇമോഷണലി അവർക്ക് കൃത്യമായ സ്റ്റെബിലിറ്റി ഇല്ല എന്നുള്ളതാണ്. ഈ ഇമോഷണലി സ്റ്റെബിലിറ്റി ഇല്ലാതിരിക്കാനുള്ള കുറെ കാരണങ്ങൾ പറയുമ്പോൾ ഇത് ആ രീതിയിലേക്ക് എത്തിക്കുന്ന കുറച്ച് വിഷയങ്ങളാണ് ഞാൻ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് പറഞ്ഞുകൊണ്ട് പോകുന്നത്. അമിതമായിട്ടുള്ള പ്രതീക്ഷകളാണ്. നമ്മുടെ കുട്ടിയെ പറ്റി
നമ്മൾ രക്ഷിതാവ് നമ്മുടെ കുട്ടിയുടെ കഴിവുകളെയോ അല്ലെങ്കിൽ അവരുടെ ഞാൻ ഈ പറയപ്പെട്ട അവരെ കൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കൂല എന്ന കല്ലെടുപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പണ്ട് മൊഴി ഇങ്ങനെ പറഞ്ഞു പോവാറുണ്ട്. ഈ രീതിയിൽ നമ്മുടെ കുട്ടിക്ക് ചേരുന്ന കോഴ്സിലേക്ക് നമ്മൾ എത്തിക്കാതെ നമ്മുടെ ആഗ്രഹങ്ങളെ കുട്ടിയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന സമയത്ത് കുട്ടിക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, അമിതമായിട്ടുള്ള നമ്മുടെ പ്രതീക്ഷകളെ കുട്ടിയുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ കുട്ടിക്ക് പഠന ഭാരം കൂടുതൽ ഉണ്ടാക്കാൻ ഒരു കാരണമായി മാറുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. മറ്റൊന്നാണ്, കുട്ടിയെ കൃത്യമായിട്ട് താരതമ്യപ്പെടുത്തി ചെറിയ പ്രായം മുതലേ നമ്മൾ കൃത്യമായിട്ട് കുട്ടിയെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് മാത്രം ഓരോ സ്റ്റേജിലും, ഇപ്പൊ ഉദാഹരണത്തിന് എക്സാമിന്റെ പേപ്പർ വാങ്ങിയാൽ കൊണ്ടുവന്നാൽ നമ്മൾ ആദ്യം ചോദിക്കുക നിന്റെ ചങ്ങായിക്ക് എത്രയാണ് മാർക്ക് എന്നാണ്. അപ്പോ ആ കുട്ടിക്ക് നമ്മുടെ കുട്ടിയെക്കാളും മാർക്ക് കുറവാണെങ്കിൽ അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഏതെങ്കിലും രീതിയിൽ മാർക്ക് കൂടുതലാണെങ്കിൽ നമ്മൾ നമ്മുടെ കുട്ടിയോട് കാണിക്കുന്ന അപ്രോച്ച് മറ്റൊരു രീതിയിലാണ്. നമ്മുടെ കുട്ടികളെ ചെറിയ പ്രായം മുതൽ കൃത്യമായി കമ്പാരിസണിലൂടെയാണ് നമ്മളിൽ നിന്നും കൃത്യമായി അകറ്റിക്കൊണ്ടാണ് നമ്മളെ കുട്ടികളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത്. മറ്റൊന്നാണ്, കുട്ടികൾക്ക് അക്കാഡമിക് ലെവലിൽ മാനസികമായിട്ട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് പരാജയപ്പെടുമോ എന്നുള്ളൊരു പേടിയാണ്. ഈ പരീക്ഷയിൽ എനിക്ക് മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, പരീക്ഷയിൽ മാർക്ക് കിട്ടാന്നൊക്കെ ഞാൻ തോറ്റു പോകാന്നൊക്കെ പറയുന്നത് ഭയങ്കര മോശപ്പെട്ട ഒരു എന്താ പറയാ ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റാത്ത രീതിയിലേക്ക് നമ്മുടെ മക്കൾക്കൊക്കെ ഇപ്പം മുതലേ ചെറിയ പരാജയങ്ങളൊക്കെ ആസ്വദിക്കാൻ വേണ്ടി നമ്മൾ അവസരങ്ങൾ കൊടുക്കണമെന്നാണ്. പരീക്ഷയ്ക്ക് തോറ്റാൽ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ കൃത്യമായിട്ട് സമൂഹത്തിൽ ഞാൻ വിലയില്ലാത്തവനാണ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ചോദ്യം. ഇപ്പോ നമ്മുടെ ഉമ്മയോ അവരല്ലെങ്കിൽ അവരുടെ ഉമ്മമാരോ പഠിക്കുന്ന അന്നത്തൊക്കെ വിദ്യാഭ്യാസങ്ങള് സാഹചര്യങ്ങൾ വളരെ കുറവാണെങ്കിലും അന്ന് പഠിക്കുന്നതിൽ മാർക്ക് കുറയോ തോക്കുകയോ ചെയ്താൽ അന്ന് ജീവിച്ചിരിക്കുന്ന ഒരാളുടെ അപ്രോച്ച് അല്ല ഇന്ന് നമ്മുടെ മക്കൾ പരീക്ഷയിൽ തോക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മാർക്ക് കുറയുമ്പോഴോ നമ്മൾ അവരോട് കാണിക്കുന്നത്. കാരണം നമുക്ക് അതിനുള്ളൊരു സൊല്യൂഷൻ, നമുക്ക് അതിനുള്ളൊരു പിന്നെ ഒരു എന്താ പറയാ ഒരു ക്രോസ് ചെയ്യുന്ന ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ അന്നത്തെ പോലെയുള്ള വിദ്യാഭ്യാസം അല്ല ഇന്നത്തെ എന്നാണ്. ഇന്ന് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾ സമൂഹത്തിൽ ഭയങ്കര പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ പിന്നോട്ട് നിൽക്കുന്ന ആളുകളാണ്. അപ്പോ അന്നുണ്ടായിരുന്ന ഒരു വിദ്യാഭ്യാസത്തിന്റെ സ്വാധീനമല്ല ഇന്നത്തെ കാലത്ത് എന്നാണ് നമ്മൾ പലപ്പോഴും പറയാറ്. അതുപോലെ തന്നെയാണ് എക്സാമുമായി ബന്ധപ്പെട്ട് പഠനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികൾക്കിടയിൽ നമ്മൾ വിശ്രമമില്ലാതെ നിരന്തരം പഠിക്കാൻ ഇരുത്തിക്കുന്ന, അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും ഒരു സാഹചര്യം, ഉദാഹരണത്തിന് ഒരു നീറ്റ് എക്സാമിന് പഠിക്കുന്ന, അല്ലെങ്കിൽ ഒരു CMA എക്സാമിന് പഠിക്കുന്ന, അല്ലെങ്കിൽ ഒരു CA എക്സാമിന് പഠിക്കുന്ന അത്തരം കുട്ടികൾ ആ രീതിയിലേക്കുള്ള പരിശ്രമങ്ങൾ, ഉറക്കില്ലാത്ത സാഹചര്യങ്ങൾ ആ കുട്ടിക്ക് ഉണ്ടാകുമ്പോൾ കൃത്യമായിട്ട് ആ ഒരു അവസ്ഥക്ക് അവർക്ക് പരിഹാരമായി കൊടുക്കുന്ന രീതിയിലേക്കുള്ള റിലീഫുകൾ നമ്മളെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നാണ്. അതിന്റെ പരിഹാര മാർഗങ്ങൾ ഞാൻ സംസാരിക്കാം. ആദ്യം പ്രശ്നങ്ങളൊന്നും ഇങ്ങനെ പറഞ്ഞു പോകും. ഇപ്പോ ഞാൻ ഈ അടുത്തൊരു കുട്ടിയല്ല, കുട്ടിയുടെ വീട്ടുകാരെ ഞാൻ ഈ അടുത്ത് കണ്ടു. ഞാൻ വൈകുന്നേരം രാത്രിയാണ് ഞാൻ എവിടെ നിന്നാണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ജ്യൂസ് കുടിക്കാൻ പോയ സമയത്താണ് ഞാൻ ഈ കണ്ടത്. അവിടെ ഒരു ഫാമിലി കംപ്ലീറ്റ് വന്നിരിക്കുകയാണ്. അപ്പൊ അവര് ഭയങ്കര ചില്ല് ഔട്ട് ചെയ്യാണ്. കാരണം പ്രായമുള്ള ആളും അവരുടെ മകനും അവരുടെ മകന്റെ കുട്ടിയാണ്, അങ്ങനെ കുറെ ആളുകൾ അവരുണ്ട്. അവരൊക്കെ ഒരുമിച്ചിട്ട് അവിടെ ജ്യൂസ് ഒക്കെ കുടിക്കാൻ വേണ്ടി വന്നതാണ്. എന്താ കാരണം? ഈ കുട്ടി ഒരാഴ്ചത്തോളമായിട്ട് ഏതോ ഒരു എക്സാമിന് വേണ്ടി വല്ലാണ്ട് വീട്ടിൽ നിന്ന് റെസ്റ്റ് ഇല്ലാണ്ട് ഭയങ്കര എഫേർട്ട് എടുത്ത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയിലായിരുന്നു ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കുട്ടി ഉണ്ടായിരുന്നത്. ആ കുട്ടിയുടെ മാനസികമായിട്ട് ആ കുട്ടി ഇത്രയും ദിവസം എടുത്തിരുന്ന ഒരു സ്ട്രെസ്സിനെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടി ഇവരൊന്ന് വൈകുന്നേരം പരീക്ഷ കഴിഞ്ഞ അന്ന് വൈകുന്നേരം വീട്ടിലേക്ക് ഇങ്ങനെ പുറത്തൊക്കെ വന്ന് കുട്ടിയെ ഒന്ന് ചില്ല് ഔട്ട് ചെയ്യാൻ വേണ്ടി, കുട്ടിയെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളുടെ മാനസികാവസ്ഥ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ പരിങ്ങിയ അല്ലെങ്കിൽ ചെറിയ ഒരു വളരെ നേർത്ത അല്ലെങ്കിൽ എന്താ പറയാ തീരെ കട്ടിയില്ലാത്ത ഒരു സ്റ്റേജിലേക്ക് പോയിട്ടുള്ളത്? ഒരു ചോദ്യമാണ്. ഇതിന്റെ ഉത്തരം നമുക്ക് അവസാനത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അക്കാഡമിക്കലി മറ്റൊന്ന് പറയുമ്പോൾ തുടർച്ചയായിട്ടുള്ള പഠനങ്ങൾ, വല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉറക്കില്ലാതെ, റെസ്റ്റ് ഇല്ലാതെ, കൃത്യമായ ഭക്ഷണം ഇല്ലാതെ നമ്മുടെ കുട്ടി എടുക്കുന്ന എഫേർട്ടുകൾ അവരുടെ മസ്തിഷ്കം കൃത്യമായിട്ട് തളർന്നു പോകാനുള്ള സാഹചര്യങ്ങൾ വരെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടിൽ അത്തരത്തിലുള്ള ഒരു കുട്ടി ഏതെങ്കിലും എക്സാമിന് കൃത്യമായിട്ട് തയ്യാറെടുക്കുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് കൃത്യമായ പ്രോട്ടീൻ ലഭ്യമാകുന്ന, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിന് വേണ്ട ഉന്മേഷം ലഭിക്കുന്ന, ഊർജം ലഭിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ
നമ്മൾ ഇടക്കിടക്ക് അവരെ കൃത്യമായിട്ട് കൺസിഡർ ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളത് അവർക്കൊരു പ്രത്യേകമായിട്ട് ചെയ്തു കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ കുട്ടികൾക്കിടയിലേക്ക് നമ്മളത് തയ്യാറാക്കേണ്ടതുണ്ട്. മറ്റൊന്നാണ് വിശ്രമമില്ലാത്ത പരീക്ഷകൾ, ഇടക്കിടക്ക് ഉണ്ടാകുന്ന പരീക്ഷകൾ കുട്ടികളെ ആൻസൈറ്റി വരെ ഇന്നത്തെ കാലത്ത് രൂപപ്പെടുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പഠനങ്ങൾ അങ്ങനെയാണ് പറയപ്പെടുന്നത്. ഓക്കെ, നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ കുട്ടി ആരോടും തുറന്നു പറയൂല. അങ്ങനെ തുറന്നു പറയുന്ന കുട്ടികളായിട്ട് ഇന്നത്തെ കുട്ടികൾ സാഹചര്യങ്ങൾ നമ്മൾ അങ്ങനെ അല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാറ്റിയെടുക്കാനുള്ള ഒരു പരിഹാര മാർഗം കൂടി നമ്മൾ ഈ ക്ലാസ്സിന്റെ അവസാന ഭാഗത്തേക്ക് പറയുന്നുണ്ട്. പെരുമാറ്റത്തിലുള്ള പ്രശ്നങ്ങൾ കുട്ടിയിൽ കണ്ടുവരാൻ വേണ്ടി തുടങ്ങും. ഭക്ഷണത്തിനോട് താല്പര്യമില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ പലപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു സാഹചര്യം, കൂടുതൽ ആരോടും സംസാരിക്കാത്ത ഒരു സാഹചര്യം, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ആ കുട്ടിയുടെ കാര്യങ്ങളിലേക്ക് ഇടപെടുകയും കുട്ടിക്ക് എന്താണോ ഇപ്പം നിലനിന്ന് പോകുന്ന ഈ ഒരു സാഹചര്യത്തിൽ കുട്ടിക്ക് എങ്ങനെയാണ് ഒരു പരിഹാരം നമുക്ക് കണ്ടെത്തി കൊടുക്കാൻ വേണ്ടി പറ്റുക. അതൊരു പക്ഷെ വീട്ടിൽ എന്തെങ്കിലും ഒരു എൻജോയ്മെന്റ് ഉണ്ടാക്കുന്നതിലേക്കായിരിക്കാം, അല്ലെങ്കിൽ ഒന്ന് കുട്ടിയെ കൂട്ടി പുറത്ത് ഔട്ടിങ്ങിന് പോകുന്നതിലേക്കായിരിക്കാം, അല്ലെങ്കിൽ കുട്ടിക്ക് ഏത് രീതിയിലാണോ താല്പര്യങ്ങൾ കൂടുതലുള്ള വിഷയങ്ങൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ കുട്ടിയെ ഒന്ന് കൈപിടിച്ച് മുന്നോട്ടേക്ക് ഉയർത്തിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ കാണുന്നുണ്ട് എങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അതിനുള്ള പരിഹാരം നമ്മൾ കണ്ടുപിടിക്കണം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മൾ ചില കുട്ടികൾ ചില കുട്ടികൾക്കിടയിൽ നമുക്ക് പല രീതിയിലുള്ള പഠന ബുദ്ധിമുട്ടുകൾ കാണാം. ഈ പഠന ബുദ്ധിമുട്ടുകൾ കൃത്യമായിട്ട് നമ്മൾ ചെറിയ പ്രായത്തിൽ പരിഹരിക്കേണ്ടത് കൃത്യമായി ചെറിയ പ്രായത്തിൽ തന്നെ പരിഹരിച്ചിട്ടില്ല എങ്കിൽ കുട്ടി വളർന്നു വരുന്ന സമയത്ത് കുട്ടിയുടെ ആവശ്യമായിട്ടുള്ള പിന്നെന്താ പറയാ പഠനങ്ങൾ കുട്ടിയിൽ കൃത്യമായിട്ട് ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം കുട്ടിയിൽ ഉണ്ടാവുകയും കുട്ടിക്ക് അതായത് ഉദാഹരണത്തിന് പറഞ്ഞാൽ അക്ഷരങ്ങൾ കൃത്യമായി പഠിക്കേണ്ട ഒരു പ്രായം. ആ സമയത്ത് കുട്ടിയിൽ ഉണ്ടായിരുന്ന എന്തോ ഒരു സാഹചര്യങ്ങൾ കൊണ്ട് കുട്ടിക്ക് കൃത്യമായി അക്ഷരങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. പിന്നീട് കുട്ടി വളർന്നു വരുന്ന എല്ലാ ക്ലാസ്സിലും കുട്ടിക്ക് അക്ഷരം അറിയാത്തത് കൊണ്ടുള്ള പ്രയാസങ്ങൾ കുട്ടിയെ കൃത്യമായിട്ട് ബാധിക്കുകയും കുട്ടി കൃത്യമായിട്ട് പഠനത്തിൽ വളരെയധികം പിന്നോട്ടൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നമ്മൾ അവരെ കൃത്യമായിട്ട് പേരിട്ട് വിളിക്കും. ഓനോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, ഓനൊന്നും പറഞ്ഞാൽ തിരിയില്ല, ഓൻ അത്രേ പഠിക്കുള്ളൂ, ഓൻ എന്താ പറയാ ബാക്ക്വേർഡ് ആണ്, അല്ലെങ്കിൽ ബാക്ക് ബെഞ്ച് സ്റ്റുഡന്റ് ആണെന്നുള്ള രീതിയിൽ ഒരു മുദ്ര കുത്തി നമ്മൾ അവരെ മാറ്റി നിർത്തും. നേരെ മറിച്ച് നമ്മൾ അവർക്ക് എന്താണോ പരിഹാരം വേണ്ടത് എന്നുള്ളത് കൃത്യമായി ആലോചിച്ച് അതിനുവേണ്ടി ചെറിയ പ്രായം മുതലേ നമ്മൾ അതിനെ കൃത്യമായി പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ, അതിനുള്ള പരിഹാരം കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് എന്താവും, അതൊരു റിലീഫ് ആയിട്ട് വരും. ഇല്ലെങ്കിൽ കുട്ടിയിൽ മാനസികമായിട്ട് ഇന്നത്തെ കാലത്ത് കൃത്യമായി പഠിച്ച് മുന്നോട്ടേക്ക് വരാൻ വേണ്ടി പറ്റാത്തത് പോലും പല കുട്ടികൾക്കിടയിലും മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കി വരുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇത്തരം കുട്ടികൾക്കിടയിൽ നമുക്ക് പലപ്പോഴും കാണാം എഴുതുമ്പോൾ കൈവേദന, പഠിക്കാനിരിക്കുമ്പോൾ തലവേദന, എപ്പോഴും പുസ്തകം നോക്കുമ്പോൾ കണ്ണുവേദന, ഈ രീതിയിൽ പറയുന്ന പല സിംറ്റംസും പറയുന്നത് കുട്ടിക്ക് പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിൽ സയന്റിഫിക്കലി പറയുന്നത്. അപ്പോ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമ്മർദ്ദങ്ങൾ കുറക്കാൻ വേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക? ഒരു രക്ഷിതാവ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കുട്ടികളുമായി കൃത്യമായിട്ട് തുറന്നുള്ള സംസാരം നമ്മുടെ വീട്ടിലുണ്ടാകണം. എങ്ങനെയാണ് തുറന്ന സംസാരം എന്ന് പറയുന്നത്? കാരണം കുട്ടിയുടെ ആശയങ്ങളെ കുട്ടിയുടെ ആശയമായി കണ്ടുകൊണ്ട് കുട്ടിയുടെ സംസാരത്തെ കുട്ടിയുടെ നിലയിലേക്ക് താഴ്ന്ന് നമ്മൾ അതിനെ ആ രീതിയിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ടുള്ള, കാരണം കുട്ടി എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് അതിനെ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോവാതെ കുട്ടിയിൽ കൃത്യമായിട്ട് കുട്ടിയുടെ വൈകാരിക തലങ്ങളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള രീതിയിലും നമ്മൾ അവരോട് എന്താക്കണം, സംസാരിക്കണം. അമിതമായിട്ട് നമ്മുടെ കുട്ടിയിൽ ഉണ്ടാകുന്ന പ്രതീക്ഷകൾ നമ്മൾ ഒഴിവാക്കി കൊണ്ടുവരണം. നമ്മൾ എൻ്റെ കുട്ടി ഇങ്ങനെ ആവണം, എൻ്റെ കുട്ടി ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലേക്കുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്, അമിതമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ചിന്തകൾ, പ്രതീക്ഷകൾ നമ്മൾ കൊണ്ടുവരുന്നത് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. മറ്റൊന്നാണ് കുട്ടിയെ കൃത്യമായിട്ട് തന്നെ പറയാൻ താരതമ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമ്മുടെ വീട്ടിൽ തീർച്ചയായിട്ടും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. മാത്രമല്ല കുട്ടിയിൽ ഉണ്ടാകുന്ന തോൽവികളെ നമ്മൾ പൂർണ്ണമായും അംഗീകരിക്കുകയും നമ്മുടെ കുട്ടി ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് തോറ്റ് നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് എൻ്റെ കുട്ടിക്ക് ഈ വിഷയത്തിൽ ഇത്ര മാർക്ക് മാത്രം ആയിപ്പോയത്, എൻ്റെ കുട്ടി എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ തോൽക്കാൻ കാരണം എന്നുള്ളത് കൃത്യമായി കുട്ടിയെ കൊണ്ട് പഠനത്തിന് വിധേയമാക്കുകയും അതിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കാരണങ്ങളെ കൃത്യമായിട്ട് പരിഹരിച്ചുകൊണ്ട് അടുത്ത എക്സാമിനേക്ക് കൃത്യമായിട്ട് ഈ പിഴവുകളെ കൃത്യമായിട്ട് നികത്തുന്ന രീതിയിലേക്ക് കുട്ടിയെ എത്തിക്കുന്ന രീതിയിലേക്ക് നമ്മൾ കുട്ടിയെ കൊണ്ടെത്തിക്കണം. ഓക്കെ, പരാജയങ്ങൾ കൃത്യമായ പഠന വിധേയമാക്കാൻ വേണ്ടി നമ്മൾ കുട്ടിയെ ചെറിയ പ്രായം മുതലേ കൃത്യമായിട്ട് ഇടയ്ക്ക് അവർ തോക്കൊക്കെ വേണം എന്നുള്ളതാണ് പറയുന്നത്. ഇടയ്ക്ക് തോൽപ്പിക്കണം എന്നല്ല, ഇടയ്ക്ക് തോൽവികളൊക്കെ ഉണ്ടായാലും
നമ്മുടെ കുട്ടിക്ക് ആ തോൽവിയിൽ നിന്നും ഒരു പാഠം പഠിക്കുവാനും അതിൽ നിന്നും കൃത്യമായിട്ട് തോൽവിയെ ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ കുട്ടിയെ വളർത്തിയെടുക്കാനും നമുക്ക് കഴിയണം. അതുപോലെ തന്നെയാണ് ഈ പഠന സമ്മർദ്ദം കുട്ടികൾ കുറയാൻ വേണ്ടി അധ്യാപകർക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ വേണ്ടി പറ്റുക? സ്കൂളിൽ കൃത്യമായിട്ടുള്ള ഒരു കൗൺസിലിംഗ് സംവിധാനങ്ങൾ സ്കൂളുകളിൽ ഉണ്ടാവും. ഇന്ന് എനിക്ക് തോന്നുന്നു പിന്നെ പല ഇന്നലൊക്കെ ഒരു കോഴിക്കോട് ഒരു എന്താ പറയാ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകളുടെ ഒരു കൗൺസിലിംഗിന്റെ ഒരു ഡിപ്ലോമയുടെ ഒരു പിന്നെ കോൺവക്കേഷൻ കണ്ടിരുന്നു. അവിടൊക്കെ ഭൂരിഭാഗമുള്ള ആളുകളും ടീച്ചേഴ്സ് ആണ്. അത് അന്വേഷിച്ച സമയത്ത് അതിൽ കൃത്യമായിട്ട് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇന്ന് ടീച്ചേഴ്സിന്റെ ഇടയിൽ കുട്ടികൾക്കിടയിൽ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രയാസങ്ങളെ പരിഹരിക്കാൻ വേണ്ടി ടീച്ചേഴ്സിന്റെ ഇടയിൽ സൈക്കോളജിക്കലി അത്യാവശ്യം പഠനങ്ങൾ നടക്കുന്ന ആളുകൾ ഉണ്ടാവണം എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ കാലം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ രീതിയിൽ ഒരുപാട് ടീച്ചേഴ്സിന് ഇന്നലെ ആ ഒരു വേദിയിൽ വെച്ചിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടി സാധിച്ചു. കൃത്യമായ ഒരു കൗൺസിലിംഗ് സേവനങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ സ്കൂളുകളിൽ ഉണ്ടാവണം. ഒന്നുകിൽ അറിയുന്ന ടീച്ചേഴ്സ് അവിടെ ഉണ്ടാവണം, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ആ കൗൺസിലിംഗിന്റെ ഒരു സംവിധാനങ്ങൾ സ്കൂളിലേക്ക് ഉണ്ടാകുന്ന രീതിയിൽ ആ സമയത്ത് എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും കുട്ടിക്ക് ഇയാളോട് അല്ലെങ്കിൽ ഈ ടീച്ചറോട് ഈ ഫാക്കൽറ്റിയോട് പോയിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്ക് അങ്ങനെയുള്ള ഒരുപാട് കേസ് പിന്നെ സ്കൂളിൽ കൗൺസിലിംഗ് ടീച്ചേഴ്സ് ഉണ്ടായത് കൊണ്ടുണ്ട് ഗുണങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് കേസുകൾ എനിക്കൊക്കെ പേഴ്സണലി അറിയുന്ന കുറെ കാര്യങ്ങളുണ്ട്. മറ്റൊന്നാണ് പിന്നെ മാനസികമായിട്ടുള്ള മാനസിക ആരോഗ്യപരമായിട്ടുള്ള ബോധവൽക്കരണ പരിപാടികൾ. കുട്ടികളെ പലപ്പോഴും എനർജറ്റിക് ആക്കാൻ വേണ്ടി പറ്റുന്ന അല്ലെങ്കിൽ പഠനത്തിനോട് കുറച്ചും കൂടി താല്പര്യം വരുത്തിക്കാൻ വേണ്ടി പറ്റുന്ന പല ആക്ടിവിറ്റികളും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കുള്ള ഒരു വർക്ക്ഷോപ്പുകൾ, പല ട്രെയിനിങ് സെഷനുകൾ പോലെയുള്ള ഇപ്പൊ ഉദാഹരണത്തിന് എക്സാമിന്റെ മുന്നോടിയായിട്ട് പിന്നെ ഹൗ ടു ഫേസ് എക്സാം പോലെയുള്ള എക്സാം ഫിയർ ഔട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് പ്രോഗ്രാംസ് പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ പല സ്കൂളുകളിലും ഒരുപക്ഷെ പിന്നെ PTA കമ്മിറ്റിയിൽപ്പെട്ട ആളുകളാകാം, അല്ലെങ്കിൽ പിന്നെ പാരന്റ്സ് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ പറ്റുന്ന ആളുകളാകാം, അല്ലെങ്കിൽ പലരും ഇതിൽ ടീച്ചേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മുടെ പിന്നെ കുട്ടികളുടെ പ്രയാസങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഉദാഹരണത്തിന് നമ്മുടെ കുട്ടി ഒരു ദിവസം പിന്നെ സ്കൂളിൽ നേരം വൈകി വരുന്ന സമയത്ത് നമ്മുടെ കുട്ടിയെ നേരം വൈകി വന്നതിനെ പ്രയാസപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ പുറത്തു നിർത്തിക്കുക അല്ലെങ്കിൽ വഴക്ക് പറയുക അല്ലെങ്കിൽ അടിക്കുക ഈ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടി എന്ത് കാരണം കൊണ്ടാണ് വൈകി വരാനുണ്ടായിരുന്ന സാഹചര്യം എന്നുള്ളത് ആ രക്ഷിതാവ് അല്ലെങ്കിൽ സോറി ആ ഒരു പിന്നെ ടീച്ചർ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങിച്ചെല്ലുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ കുട്ടിയുമായിട്ട് നല്ലൊരു രീതിയിലുള്ള ഒരു ആത്മബന്ധം ഈ ഒരു ടീച്ചേഴ്സിന് കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്. അപ്പോ പിന്നെ ടീച്ചേഴ്സും കൂടി ഒന്നും കൂടി കൃത്യമായിട്ട് നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം എന്നുള്ളതാണ് ഇന്ന് സൈക്കോളജിക്കലി ഉള്ള പല പഠനങ്ങളിലും കൃത്യമായിട്ട് പറയുന്നത്. പിന്നൊന്നാണ് കുട്ടികളെ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. ഈ പറയുന്നതൊക്കെ അക്കാഡമിക് ലെവലിലുള്ള സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ്. കുട്ടിയെ കൊണ്ട് കൃത്യമായിട്ട് നമ്മൾ ചെയ്യിക്കേണ്ടത് ചെറിയ പ്രായം മുതലേ നമ്മുടെ കുട്ടി കൊണ്ട് തന്നെ അവന്റെ പിന്നെ ടൈം ടേബിൾസ് ഒക്കെ കൃത്യമായിട്ട് എടുത്തു വെക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള വിനോദങ്ങൾ ഉണ്ടാകുന്ന കൃത്യമായ വിശ്രമങ്ങൾ ഉണ്ടാകുന്ന കൃത്യമായി 7 മുതൽ 8 മണിക്കൂർ വരെ കൃത്യമായി ഉറങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ഈ ഒരു രീതിയിലേക്ക് നമ്മൾ നമ്മുടെ കുട്ടിയെ ചെറുപ്പം മുതലേ കൃത്യമായി ഗൈഡ് ചെയ്ത് കൊണ്ടുവരണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലുള്ള ശരാശരി പഠനങ്ങൾ പറയുന്നത് ഏകദേശം 350 വരെ 320 മുതൽ 350 വരെ ആത്മഹത്യകൾ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ക്രമാതീതമായിട്ട് പെൺകുട്ടികളിലുള്ള ആത്മഹത്യക്ക് ആനുപാതികമായിട്ടുള്ള അതിനേക്കാളും കൂടുതൽ വളർച്ചയാണ് ഇന്ന് ഉള്ളത് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോ നമ്മുടെ കുട്ടിക്ക് അക്കാഡമിക് ലെവലിലുള്ള പ്രയാസങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ഉണ്ടാവുക എന്നുള്ളതൊന്ന് കൃത്യമായി കണ്ടുകൊണ്ട് അതിനെ പരിഹരിക്കാനുള്ള കൃത്യമായ ഒരു ബോധം നമ്മളിൽ കൃത്യമായിട്ട് ഉണ്ടാവണം. ഇതെങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ വാർത്തയിൽ ഒരുപാട് വിഷയങ്ങൾ കാണുന്നു. എറണാകുളത്ത് ഒരു കുട്ടി മരിച്ചു, അല്ലെങ്കിൽ തൃശ്ശൂർ ഒരു കുട്ടി മരിച്ചു, പാലക്കാട് ഒരു കുട്ടി മരിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുക, നമ്മളിങ്ങനെ പറയും, എന്താടാ ഇപ്പോഴത്തെ കുട്ടിക്ക് എന്താ പറ്റിയേ, കുട്ടികളൊക്കെ ഇങ്ങനെ എന്താ ചെയ്യലേ, ഈ ഒരു വാക്ക് പറയുന്നതിലൂടെ അത് അവിടെ കഴിഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ ഈ വിഷയം തൊട്ടടുത്ത ആളോട് പറയുന്നതിലൂടെ ആ വിഷയം അവിടെ തീർന്നു. അതിന് അങ്ങനെയല്ലാതെ നമ്മുടെ കുട്ടിക്ക് ഈ ഒരു സാഹചര്യം വന്നു പോയാൽ ഓക്കെ, ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ പിന്നെ ഈ രീതിയിൽ അകപ്പെട്ടു പോയ നമ്മുടെ മക്കളുടെ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കാം? അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വന്നതിന് ശേഷം പ്രയാസപ്പെടുന്നതിനേക്കാളും ഏറ്റവും നല്ലത് അത്തരത്തിലുള്ള ഒരു സാഹചര്യം നമ്മുടെ കുട്ടിക്ക് ഇല്ലാതെ
ഉണ്ടാവാതെ കൃത്യമായിട്ട് അത് പരിഹരിച്ചു പോകുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഓക്കെ. രണ്ടാമത്തേത്, ഇമോഷണലി സ്റ്റേബിൾ ആവാത്ത കുട്ടികൾക്ക് പ്രയാസം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരുപാട് കാരണങ്ങളിൽ രണ്ടാമത്തേത് കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. എന്താണ് കുടുംബപരമായിട്ടുള്ള പ്രശ്നം? ഈ ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രയാസങ്ങള്, പ്രശ്നങ്ങള് കുട്ടിയെ കൃത്യമായിട്ട് വിഷാദ രോഗത്തിലേക്ക് വരെ അടിമയാക്കാൻ വേണ്ടി സാഹചര്യങ്ങളുണ്ട് എന്നാണ് കൃത്യമായിട്ട് പറയുന്നത്. നമ്മുടെ കുട്ടികളുടെ മുന്നിൽ വെച്ച് നമ്മൾ പലപ്പോഴും നമ്മുടെ ചെറുതായാലും വലുതായാലും പ്രയാസങ്ങള് നമ്മുടെ കുട്ടികളുടെ ഭാവിയിലേക്ക് അവർക്കൊരു കറുത്ത ഒരു അധ്യായമാകുന്ന രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി പാടില്ല. ഇന്ന് പല രീതിയിലുള്ള ഈ സാധനത്തിനൊക്കെ ഒരുപാട് ഇൻസിഡൻസ് എന്റെ മുമ്പിൽ തന്നെ ഉണ്ട്. ഞാനൊക്കെ പല കുട്ടികളും അനുഭവിച്ച് കണ്ട പ്രയാസങ്ങൾ. ഉപ്പയും ഉമ്മയും വേർതിരിച്ചാണുള്ളത്. ഒരു കുട്ടിയുള്ളത് ഉമ്മയുടെ കൂടാണ്. ഒരു കുട്ടിയുള്ളത് ഉപ്പയുടെ കൂടെയാണ്. കേസൊക്കെ ഒരുപാട് ഇങ്ങനെ നടക്കുന്നു. അപ്രതീക്ഷിതമായിട്ട് ഒരു ദിവസം ഈ കുട്ടിയെ ഉമ്മയുടെ കൂടെയുള്ള കുട്ടിയെ ഉപ്പ വന്ന് വഴിയിൽ വെച്ചിട്ട് പ്രയാസപ്പെടുത്തുന്നു, ഭീഷണിപ്പെടുത്തുന്നു. അന്ന് മുതൽ കുട്ടിക്ക് തുടങ്ങിയ പ്രയാസാണ് പുസ്തകം എടുക്കുന്ന സമയത്ത് കുട്ടിക്ക് തലവേദന. ഈ ഒരു തലവേദന എന്നുള്ള രീതിയിലേക്ക് കുട്ടി ഇങ്ങനെ കൊണ്ടുപോയി. എപ്പോഴും തലവേദന. സ്കൂളിന്ന് പുസ്തകം എടുക്കുന്ന സമയത്ത് കുട്ടിക്ക് തലവേദന. വീട്ടിലേക്ക് വന്ന് വീട്ടിന്ന് കുട്ടി പഠിക്കാനിരിക്കുന്ന സമയത്ത് കുട്ടിക്ക് തലവേദന. എഴുതാൻ പെന്നെടുത്താൽ ഒരു 2ഓ 3 മിനിറ്റ് എഴുതും. 4ാമത്തെ മിനിറ്റ് ആകുമ്പോഴത്തേക്കും കുട്ടിക്ക് കൈവേദന. ഈ രീതിയിൽ ഭയങ്കര പ്രയാസം. പക്ഷെ ഈ ഒരു കാരണം കൊണ്ടാണ് കുട്ടിക്ക് ഈ ഒരു രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായത് എന്നുള്ളത് കുട്ടിയുടെ റിലേറ്റീവ് ആയിട്ടുള്ള ആർക്കും അത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഈ രീതിയിൽ നമ്മുടെ രക്ഷിതാക്കൾ തമ്മിലുള്ള പ്രയാസങ്ങൾ നമ്മുടെ മക്കളെ വല്ലാതെ പിന്നെ മറ്റു പല രീതിയിലേക്കും കൊണ്ടെത്തിക്കുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഗാർഹികമായിട്ടുള്ള പീഡനങ്ങളും അവഗണനയും. നമ്മുടെ വീട്ടിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ നമ്മുടെ കുട്ടിക്ക് ശിക്ഷകൾ കൊടുക്കണം. ശിക്ഷകൾ കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു 40 വയസ്സുള്ള 35 വയസ്സുള്ള നമ്മളാണെങ്കിൽ നമ്മുടെ കുട്ടിക്ക് പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കുട്ടിയെ അടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ കൈക്ക് കൃത്യമായ ബോധം ഉണ്ടാകണം. നമ്മുടെ കുട്ടി കേവലം 10 വയസ്സിന്റെയോ 12 വയസ്സിന്റെയോ ആള് മാത്രമാണെന്നുള്ളത് നമ്മുടെ കൈക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാകണം. നമ്മൾ അടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ ദേഷ്യം തീർക്കുന്ന രീതിയിലേക്കാണ് പലപ്പോഴും നമ്മൾ അടിക്കാൻ വേണ്ടി ആ ഒരു രീതിയിൽ ഗാർഹികമായിട്ടുള്ള പീഡനങ്ങൾ ഗാർഹികമായിട്ടുള്ള പീഡനങ്ങൾ അമിതമാകുന്ന സമയത്ത് കുട്ടിക്ക് കൃത്യമായിട്ട് ഒരു അക്രമ സ്വഭാവം കുട്ടിയുടെ ഉള്ളിലേക്ക് ഒളിഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് വൈകാരികമായിട്ടുള്ള പരിഗണന കുട്ടിക്ക് വീട്ടിൽ നിന്ന് തന്നെ കിട്ടാതിരിക്കുന്ന ഒരു പ്രയാസം. ഓവർ ആയിട്ടുള്ള കൺട്രോളിങ്. എന്ത് പറയുമ്പോഴും കൺട്രോളിങ്. ചില വീട്ടുകാരൊക്കെ ഞാൻ കാണാറുണ്ട്. ചില കുട്ടികളൊക്കെ ഭയങ്കര പ്രയാസപ്പെടുന്ന, അതായത് പാരന്റ് വരക്കുന്ന ഒരു വരയുണ്ട്. ആ വരയിൽ കൃത്യമായിട്ട് അതിന്റെ ഒരു തരി അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ പോകാൻ പറ്റാത്ത രീതിയിലേക്ക് ഭയങ്കര പ്രയാസപ്പെടുത്തുന്ന സാഹചര്യങ്ങളുള്ള ചില വീടുകളൊക്കെ കാണാറുണ്ട്. അത്തരം കുട്ടികളൊക്കെയാണ് ചില ഒരു ടൈമിന്റെ അപ്പുറത്തേക്കുള്ള അല്ലെങ്കിൽ ഒരു പരിധിയുടെ അപ്പുറത്തേക്കുള്ള പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇമോഷണലി കൃത്യമായിട്ടുള്ള സ്റ്റേബിൾ ആവാത്ത രീതിയിലേക്ക് കുട്ടികൾ പോകുന്നത്. മറ്റൊന്നാണ് സാമ്പത്തിക പ്രയാസങ്ങൾ. കുട്ടികളില് നമ്മള് പലപ്പോഴും നമ്മുടെ എല്ലാ കഷ്ടപ്പാടും കുട്ടിയെ അറിയിക്കാറുണ്ട്. നമ്മള് അത്യാവശ്യം നല്ല കഷ്ടപ്പാടുകളൊക്കെ കുട്ടികളെ അറിയിക്കണം. പൂർണ്ണമായിട്ടും എന്ത് സാഹചര്യങ്ങൾ കൊണ്ടും എനിക്കിന്ന് വലിയൊരു സുഖമില്ലാത്തൊരു ഫാമിലിയാണ് എന്റെ ഫാമിലി എന്ന് തോന്നിക്കുന്ന രീതിയിലേക്ക് നമ്മളെ ബുദ്ധിമുട്ടുകൾ നമ്മൾ കുട്ടിയെ അറിയിക്കാൻ വേണ്ടി പാടില്ല. കുട്ടിയെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ അറിയിക്കണം. ആ രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണാൻ വേണ്ടി കുട്ടിയെ നമ്മൾ പഠിപ്പിക്കണം. ചെറിയ പ്രായം മുതലേ നമ്മളത് കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത് കൊണ്ടുവരുന്നതാണെങ്കിൽ ഓക്കെയാണ്. അല്ലെങ്കിൽ കുട്ടിക്ക് ഇന്നത്തെ കാലത്ത് എല്ലാ സാഹചര്യങ്ങളിലും ഒരു ചോദ്യം ചോദിക്കാം. പറ്റുന്നവരൊക്കെ ഒന്ന് ആൻസർ പറയണം. നമ്മുടെ ഉമ്മ നമ്മളെ വളർത്തിയത് പോലെയാണോ നമ്മളെ മക്കളെ വളർത്തുന്നത്? സാമ്പത്തികത്തിന്റെ കേസിലാണ്. നോ, 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 അല്ല, നോ, നോ, നോ. കൂടുതൽ പേരും നോ എന്നാ പറയുന്നത്. കാരണം എന്താ? എന്റെ ഉമ്മ അല്ലെങ്കിൽ എന്റെ പിതാവ് കഷ്ടപ്പെട്ടുകൊണ്ട് ആ കഷ്ടപ്പാടുകൾ അറിഞ്ഞുകൊണ്ട് ഞാനും വളർന്നു വന്നു. പക്ഷെ ആ കഷ്ടപ്പാടുകളൊന്നും എന്റെ കുട്ടി അറിയാൻ വേണ്ടി പാടില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് നമ്മൾ ആ ഒരു കൊണ്ടുവരുന്നത്. പക്ഷെ നമ്മുടെ കുട്ടിക്ക് No. വെരി ഗുഡ്. നോ. പലരും പറയുന്നത് നോ തന്നെയാണ്.
നമുക്കുണ്ടായിരുന്ന ഒരു മെന്റൽ സ്ട്രെങ്ത്, മെന്റൽ ഹെൽത്ത് നമ്മുടെ കുട്ടിക്ക് ഉണ്ടാവുന്നുണ്ടോ? അതായത് ഒരു പ്രശ്നം വന്നാൽ അതില് പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവ് നമ്മളെ പോലെ നമ്മുടെ കുട്ടിക്ക് ഉണ്ടോ? നോ, 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 No. നോ. അപ്പോ പരിഹരിക്കേണ്ടത് എവിടെയാണ്? നമ്മൾ നമ്മുടെ കുട്ടിക്ക് നമ്മുടെ പ്രയാസങ്ങൾ അറിഞ്ഞു വളർത്തണോ, അറിയാതെ വളർത്തണോ? അറിഞ്ഞു വളർത്തണം. യെസ്. നമ്മൾ ഒരു പരിധി വരെയുള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾ കൃത്യമായിട്ടും അറിയണം. പക്ഷേ അറിഞ്ഞു വളർത്തുന്ന സമയത്തും നമ്മുടെ കുട്ടിക്ക് നിർബന്ധിത സാഹചര്യമായിട്ട് തോന്നുന്ന പല ആവശ്യങ്ങളുണ്ടാവും. അത്യാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതിനെ നമ്മൾ കൃത്യമായിട്ട് പരിഹരിക്കുകയും വേണം. മറ്റൊന്നാണ് ലഹരി ഉപയോഗം. കുട്ടിയുടെ ലഹരി ഉപയോഗമല്ല, വീട്ടിലുള്ള ബാക്കിയുള്ള ആളുകളുടെ ലഹരി ഉപയോഗം. വീട്ടിലുള്ള ആളുകള് ലഹരിയുടെ അടിമകളാണെങ്കിൽ ആ അടിമകളായിട്ടുള്ള അവസ്ഥ പോലും നമ്മുടെ കുട്ടികളുടെ മാനസികാവസ്ഥക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് കൃത്യമായിട്ടുള്ള പഠനങ്ങൾ പറയുന്നത്. ഓക്കെ. ഈ ഒരു സാഹചര്യങ്ങളിലൊക്കെ വളരുന്ന കുട്ടിയില് കുട്ടി പിന്നോക്കാവസ്ഥയിലേക്ക് പോകുന്ന മെന്റലി കൃത്യമായി പിന്നോക്കാവസ്ഥയിലേക്ക് വരുന്ന കുട്ടിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? വീട്ടിലെ സംസാരം വല്ലാണ്ട് കുറയും. ആരോടും സംസാരിക്കാതെ പല കാര്യങ്ങളിലും ഒഴിഞ്ഞു മാറി വീട്ടിന്ന് പല സന്ദർഭങ്ങളിലും പല കാര്യങ്ങളിലും ഇടപെടാതെ ഒരു റൂമിലേക്ക് ഒടിഞ്ഞുകൂടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടി മാറും. മറ്റൊന്നാണ് പിന്നെ പെരുമാറ്റത്തിൽ, അതായത് ഈ സംഭവം നടക്കുന്ന എല്ലാ കുട്ടികളും അങ്ങനെ ആണെന്നല്ല. ഈ രീതിയിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ മക്കളിൽ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പെരുമാറ്റപരമായിട്ട് വല്ലാണ്ട് ദേഷ്യം വരിക, നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരിക്കും. പക്ഷെ ചില സാഹചര്യങ്ങൾ എത്തിയപ്പോ പിന്നീട് ആ കുട്ടി മെല്ലെ 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 പിന്നോക്കാവസ്ഥയിലേക്ക് വന്ന് പിന്നോട്ടൊക്കെ പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ കുട്ടിക്ക് ഉണ്ടാവുന്നു. ഇതൊക്കെ നമ്മളെ കുട്ടി നമുക്ക് കാണിച്ചു തരുന്ന സിംറ്റംസ് ആണ്. നമ്മൾ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നമ്മുടെ കുട്ടി അറിയാതെ പഠിക്കുകയും അതിലേക്ക് പരിഹാരമായിട്ട് നമ്മൾ കൊണ്ടെത്തുകയും ചെയ്യണം. ഓക്കെ. ഈ രീതിയിലുള്ള കുടുംബപരമായിട്ടുള്ള അക്കാഡമിക് പരമായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും നമുക്കുള്ള ഒരു പ്രതിരോധ മാർഗം എന്നുള്ളത് കുട്ടിയിൽ കൃത്യമായിട്ട് സംസാരശീലം നമ്മൾ വളർത്തിയെടുക്കണം. നമ്മുടെ കുട്ടിയിൽ നമ്മളുമായിട്ട് നല്ലപോലെ സംസാരിക്കുന്ന ഒരു കുട്ടി. ഓക്കെ. ഈ അടുത്ത് ഒരു കുട്ടിയുടെ കേസ് വന്നപ്പോ കുട്ടിക്ക് പഠനവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. പക്ഷെ കുട്ടി വീട്ടിൽ ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്കൂൾ വിട്ട് വന്നാൽ ഉമ്മയോട് ഒരു അരമണിക്കൂർ കൃത്യമായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രമേ കുട്ടി ബാക്കിയുള്ള വിഷയത്തിലേക്ക് പോകുള്ളൂ. അപ്പോ പിന്നെ ഈ ചില കുട്ടി ഇപ്പൊ നമ്മളെ ഈ കുട്ടിയുടെ ഉമ്മയുടെ കേസ് എന്ന് പറയുമ്പോൾ കുട്ടിക്ക് വന്ന് പറയാൻ മാത്രം സന്തോഷം ആ ഉമ്മ കൊടുക്കുന്നത് കൊണ്ടാണ് ആ കുട്ടിയിൽ കൃത്യമായിട്ട് ആ സംസാരം നിലനിന്നു പോകുന്നത്. നമ്മള് നമ്മുടെ കുട്ടിയുടെ സംസാരം കേൾക്കാൻ കൃത്യമായ ഒരു താല്പര്യം നമ്മൾ കാണിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ന് നമ്മുടെ കുട്ടിക്ക് സംസാരിക്കാൻ ആ സംസാരം കേൾക്കാൻ താല്പര്യത്തോടു കൂടി കേൾക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ കുട്ടി എന്താവും നമ്മളിൽ നിന്നും മെല്ലെ മെല്ലെ അകന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അപ്പൊ നമ്മൾ നമ്മുടെ കുട്ടികളെ നന്നായിട്ട് സംസാരശീലം നമ്മളുമായിട്ട് നല്ലപോലെ മിങ്കിളായിട്ട് ചെറുപ്പം മുതലേ അവരുടെ വിശേഷങ്ങൾ ചോദിച്ച് അവരുടെ കളിയും ചിരിയുമായി വളരുന്ന ഒരു സാഹചര്യം നമ്മളെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. വീട്ടിൽ കൃത്യമായിട്ട് സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഒരുക്കി കൊടുക്കണം. പലപ്പോഴും നമ്മുടെ പെൺമക്കൾക്കൊക്കെയാണ് ഭയങ്കര പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്. നമ്മുടെ പെൺമക്കളെന്ന് മാത്രമല്ല നമ്മളെ ആൺമക്കളും അവര് വീട്ടിലുള്ള നമ്മുടെ വീടൊരു പൂന്തോട്ടവും ആ പൂന്തോട്ടത്തിൽ പാറിക്കളിക്കുന്ന ചിത്രശലഭങ്ങളായിട്ട് നമ്മുടെ മക്കൾ വളരാനുള്ള ഒരു സാഹചര്യം നമ്മുടെ വീട്ടിലേക്കുള്ള ഒരു ഹാപ്പി എൻവയോൺമെന്റ് നമ്മൾ വളർത്തിയെടുക്കാൻ വേണ്ടി നമുക്ക് കഴിയണം. പലപ്പോഴും നമ്മുടെ മക്കളുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് വീട്ടിലേക്ക് വരാന്ന് പറയുമ്പോൾ ഈ രീതിയിലും വീട്ടിൽ നിന്ന് പോകാന്ന് പറയും, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാന്ന് പറയുമ്പോൾ ഹായ് എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കളുടെ ഒരു പ്രവണത കാണുന്നത്. എന്തുകൊണ്ടാണ് ആ രീതിയിലേക്ക് നമ്മുടെ മക്കൾ എത്തിപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠന വിധേയമാക്കേണ്ടതുണ്ട്. ഒന്നാണ്. ഇനി മറ്റൊരു രീതിയിലേക്കുള്ള കാര്യത്തിലേക്ക് പോവാണ്. സാമൂഹികപരമായിട്ടുള്ള കുറച്ച് പ്രയാസങ്ങൾ. സമപ്രായക്കാരായിട്ടുള്ള ആളുകൾക്കിടയിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദം എന്താണ്? ഇപ്പൊ നമ്മുടെ കുട്ടി ഒരു 13 വയസ്സുള്ള ഒരു ആൺകുട്ടിയൊക്കെ ആണെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു ആൺകുട്ടി പുകവലിക്കുന്ന ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ ആ പുകവലിക്കാൻ വേണ്ടി നമ്മുടെ കുട്ടികളിലേക്ക് കൊടുക്കുന്ന സമ്മർദ്ദം, പല തെറ്റായ കാര്യങ്ങൾക്കും വേണ്ടി നമ്മുടെ മക്കളിലേക്ക് കൊടുക്കുന്ന സമ്മർദ്ദങ്ങളെ
കൃത്യമായിട്ട് നമ്മുടെ കുട്ടിയുടെ മാനസികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. സൈബർ ഇടങ്ങളിലുള്ള ബുള്ളിങ്. എന്താണ് സൈബർ? നമ്മൾ കൃത്യമായിട്ട് അറിയേണ്ട ഒരു സാഹചര്യം. ഇന്ന് ഞാനിപ്പോ പറഞ്ഞ ഒരു ഈ സൈബർ സംഭവങ്ങളിലേക്ക് വരുന്ന രീതിയിലുള്ള ഒരു കുട്ടി. ആ കുട്ടി ഭയങ്കര ഗെയിം അഡിക്ഷൻ ആണ്. ഒരു ദിവസം വന്നപ്പോ പെൺകുട്ടിയാണ്. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, ഈ ഗെയിം കളിക്കുന്നതിന്റെ ഈ ഒരു സംഭവത്തിലുള്ള ദൂഷ്യവശങ്ങളെ പറ്റി നിനക്ക് അറിയാവോന്ന് ചോദിച്ചു. അങ്ങനെ ആ കുട്ടിയോട് അതിന്റെ കുറച്ച് ദൂഷ്യവശങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കുട്ടി ആ ഗെയിമിനെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കാനും മറ്റു പല രീതിയിലേക്കും കുട്ടി മാറാനും ഒക്കെ ഈ സംഭവങ്ങൾ നമ്മൾ നമ്മളെ കുട്ടികളോട് കൃത്യമായിട്ട് തുറന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മള് തയ്യാറാവുന്നില്ല എന്നുള്ളിടത്താണ് പ്രയാസം. അൺമ്യൂട്ട് ചെയ്ത് ആരെങ്കിലും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ. അതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ. എന്താണ് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ? മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാ? വിഷാദരോ? ഞാനിപ്പം മാതാപിതാക്കളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ കുട്ടികൾക്കിടയിലേക്ക് വിഷാദമായിട്ടുള്ള ഡിപ്രഷൻ സ്റ്റേജിലേക്ക് മാറാനുള്ള ഒരു പ്രവണത ഉണ്ടെന്ന് പറഞ്ഞു. കടുത്ത സങ്കടം അല്ലെങ്കിൽ ഒന്നിനോടൊരു താല്പര്യം ഇല്ലാണ്ട് എല്ലാ കാര്യങ്ങളിൽ നിന്നും കൃത്യമായിട്ട് മാറി നിൽക്കുക, അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളോടൊന്നും കൃത്യമായിട്ട് താല്പര്യമില്ലാത്ത രീതിയിലേക്ക് നിൽക്കുക. ഈ ഒരു രീതിയിലൊക്കെ നമ്മുടെ കുട്ടികളിൽ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകുന്ന കുട്ടികളെ നമുക്ക് മെല്ലെ മെല്ലെ കണ്ടെടുക്കാറുണ്ട്. അതുപോലെ തന്നെ നിരന്തരമായി പരീക്ഷകളോട് ഭയങ്കര പേടി, അല്ലെങ്കിൽ ഭാവിയെ കുറിച്ച് ഭയങ്കര പേടി, ഈ രീതിയിൽ ഉത്കണ്ഠ, ആൻസൈറ്റി രീതിയിലുള്ള പ്രയാസങ്ങൾ കാണിക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് വികാരങ്ങളെ കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റാത്ത രീതിയിലേക്ക് നമ്മുടെ കുട്ടികൾ വളരുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ സംഭവങ്ങൾക്കൊക്കെ നമുക്ക് എന്താണ് പരിഹാരം? നമ്മുടെ കുട്ടിക്ക് കൃത്യമായിട്ട് സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള സാമൂഹികപരമായിട്ടുള്ള പഠനങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം. ഓക്കെ. നമ്മുടെ കുട്ടിക്ക് ആത്മവിശ്വാസത്തിൽ ഉണ്ടാകുന്ന കുറവുകളെ നമ്മൾ കൃത്യമായിട്ട് വിമർശിക്കുമ്പോൾ, നമ്മളെപ്പോഴും താരതമ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടിയിൽ അവർക്ക് എന്നെ കൊള്ളൂല എന്നുള്ള രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം ഇല്ലാതെ പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ചെറിയ പ്രായം മുതലേ കൃത്യമായിട്ട് നമുക്ക് അവരിൽ ഒരു വൈകാരികമായ പിന്തുണ കൊടുക്കുന്ന ഒരു സംഭവത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. നമ്മളെ കുട്ടിയുടെ ഒരു സൊല്യൂഷൻ, നമ്മുടെ കുട്ടിയുടെ ഏറ്റവും നല്ല ഫ്രണ്ട്സായി, ഏറ്റവും നല്ലൊരു ഫ്രണ്ടായി മാറാൻ വേണ്ടി നമ്മൾ വീട്ടിലൊരാൾക്ക് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കുട്ടിയുടെ കാര്യത്തിൽ ഒരു പരിധി വരെയൊക്കെ വിജയിച്ചു എന്നാണ്. നമ്മുടെ കുട്ടിക്ക് ഇപ്പൊ ഈ അടുത്ത് എറണാകുളം ജില്ലയിൽ നിന്ന് 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്തപ്പോ ആ കുട്ടി എഴുതി വെച്ചു, എന്റെ നോട്ട് പുസ്തകത്തിന്റെ പിന്നാമ്പുറത്ത് എഴുതി വെച്ചു, സ്കൂളിൽ നിന്ന് എനിക്ക് സ്കൂളിലെ ഒരു അധ്യാപകനിൽ നിന്നുണ്ടായിരുന്ന പ്രയാസം ആണ് എനിക്ക് എന്തായത് ഈ ഒരു അവസ്ഥയിലേക്ക് എനിക്ക് എത്തിച്ചെല്ലേണ്ട ഒരു സാഹചര്യം ഉണ്ടായതെന്ന് ആ കുട്ടി എഴുതി വെക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് അമ്മ എനിക്ക് ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടായി, എന്നെ ആ മാഷ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയാൻ വേണ്ടി വീട്ടിലേക്ക് വന്ന് തുറന്ന് സംസാരിക്കാൻ വേണ്ടി, കെട്ടിപ്പിടിച്ചൊന്ന് കരയാൻ വേണ്ടി ഒരമ്മ, അല്ലെങ്കിൽ ഒരു അച്ഛൻ, ഒരു സഹോദരൻ, ഒരു സഹോദരി നമ്മുടെ ആ വീട്ടിൽ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ ആ കുട്ടിക്ക് ഇന്ന് ആ ഒരു രീതിയിലുള്ള പ്രയാസങ്ങൾ ഒരു പക്ഷെ ഇല്ലാതാവുമായിരുന്നു. നമ്മുടെ കുട്ടികൾക്ക് എന്ത് പ്രയാസങ്ങളായാലും, എന്ത് പരിഭവങ്ങളായാലും, എന്ത് മാനസികമായിട്ടുള്ള വെല്ലുവിളികളായാലും കൃത്യമായിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് തുറന്ന് സമർപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ ബന്ധം നമ്മുടെ മക്കളുമായിട്ട് അത്രയും അറ്റാച്ച്ഡ് ആയ രീതിയിലേക്ക് നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുവരണം. ഇതെങ്ങനെ സംഭവിക്കും? ഏതെങ്കിലും ഒരു ദിവസം പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ കുട്ടിയോട് പറയണം, ഇന്ന് മുതൽ നീ നിന്റെ സ്കൂളിൽ വന്ന് നടക്കുന്ന, സ്കൂളിൽ രാവിലെ നീ പോകുന്നത് മുതൽ തിരിച്ച് വീടെത്തുന്നവരെ നടക്കുന്ന എല്ലാ വിഷയങ്ങളും എന്നോട് കൃത്യമായിട്ട് പറയണമെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് അത് നടക്കൂല. കുട്ടി അതിലേക്ക് എത്തൂല. നമ്മൾ കുട്ടിയുമായിട്ട് കൃത്യമായ ഒരു വൈകാരികമായ അടുപ്പം, ഒരു സ്നേഹം എന്ന് പറയുന്നത് പ്രകടിപ്പിക്കാനുള്ളതാണ്. ആ സ്നേഹം കാരണം നമ്മുടെ മക്കളെ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈകുത്തിക്കുക. ഈ കൂട്ടത്തിൽ മക്കളെ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈകുത്തിക്കുക. 2 പേര് കൈവന്തിച്ചിട്ടുണ്ട്, അത് നേരത്തെ കൈവന്തിച്ചാണ്. ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് നമ്മളെ മക്കളെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ മക്കളെ ഇഷ്ടപ്പെടാത്തവരായിട്ട് നമ്മൾ ആരുമില്ല. പക്ഷേ ആ ഇഷ്ടപ്പെടുന്ന ഇഷ്ടം കൃത്യമായ അളവിൽ നമ്മുടെ കുട്ടിയിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടത്. നമ്മളെ കുട്ടിയെ മെന്റലി, ഇമോഷണലി
നമ്മളൊരു സ്റ്റേബിൾ ആയ രീതിയിലേക്ക് നമ്മുടെ കുട്ടിയെ കൊണ്ടെത്തിക്കണം. എന്താണ് ഇമോഷണലി സ്റ്റേബിൾ എന്ന് പറയുന്നത്? നമ്മൾ ഈ പറയപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്ന് പറയുന്നത് നമ്മളെ കുട്ടിയെ കൃത്യമായിട്ട് ഇമോഷണലി സ്റ്റേബിൾ ആക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെ പരിഹരിക്കാൻ വേണ്ടി പറ്റുന്ന, അതിനെ നേരിടാൻ വേണ്ടി പറ്റുന്ന, അതിനെ പലരോടും ഡിസ്കസ് ചെയ്ത് അതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ കുട്ടി വളരണം. എന്താണ് വൈകാരികമായിട്ടുള്ള സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ? കുട്ടിയുടെ വികാരമായ ദേഷ്യം, സങ്കടം, പേടി, ഈ പറയപ്പെടുന്ന എല്ലാ വികാരങ്ങളെയും കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ. ലാക്ക് ഓഫ് ആണെങ്കിലോ നമുക്കത് ചെയ്യാൻ കഴിയാണ്ട് വരുന്നതാണെങ്കിൽ ചെറിയ പ്രായങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന, നേരിടാൻ വേണ്ടി പറ്റാത്തൊരു രീതിയിലേക്ക് എത്തുന്ന നമ്മുടെ മക്കളായിട്ട് മക്കൾ മാറാണ്. ഇതിന് നമുക്ക് പരിഹാരമായിട്ട് നമ്മുടെ വീട്ടിൽ എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റുക? ചെറിയ മക്കളാണെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ മക്കളെ ചെറിയ പ്രായം മുതലേ അവരുടെ വികാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഒന്ന് കവർ ചെയ്ത് അവരോട് തന്നെ മനസ്സിലാക്കി, ദേഷ്യമാണോ, സങ്കടമാണോ, അല്ലെങ്കിൽ ഇപ്പൊ എന്താ മോൻ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ കുട്ടിക്ക് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ കുട്ടിയെ നമ്മൾ കൊണ്ടുവരണം. എല്ലാ കാര്യങ്ങളോടും യെസ് പറഞ്ഞിട്ടുള്ള ശീലം നമ്മൾ കൃത്യമായിട്ട് മാറ്റിയെടുക്കണം. നമ്മുടെ കുട്ടിക്ക് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് കിട്ടാതിരിക്കുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങൾ, സങ്കടങ്ങൾ എത്രയാണ് എന്നും അത് എങ്ങനെയാണ് എന്നും കൃത്യമായിട്ട് അനുഭവിച്ചറിയാൻ വേണ്ടി പറ്റുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ കുട്ടികൾ മാറണം. പലപ്പോഴും സൈക്കോളജിക്കലി പറയലുണ്ട്, നമ്മുടെ കുട്ടി ഒരു സ്ലേറ്റിന് ആവശ്യപ്പെട്ടാണ്, ഞാൻ ഇതെന്റെ ക്ലാസ്സിൽ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, നമ്മളൊരു കുട്ടിയുടെ സ്ലേറ്റിന് വേണ്ടി പറയുകയാണെങ്കിൽ ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ലേറ്റ് വാങ്ങുക എന്നുള്ളത് ഒരു പക്ഷെ ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്, ഒരു പ്രയാസമേ ഉണ്ടാവില്ല. ആ നാട്ടിൽ നിന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല സ്ലേറ്റ് വേണമെങ്കിൽ കുട്ടിക്ക് വാങ്ങി കൊടുക്കാൻ വേണ്ടി പറ്റും. ഒന്നല്ല, 1000 വേണമെങ്കിൽ വാങ്ങി കൊടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ എന്നിരുന്നാലും ആ കുട്ടിയെ ആ സ്ലേറ്റിന് വേണ്ടിയുള്ള ക്ഷമ നമ്മൾ 1, 2, 3, 4 ദിവസങ്ങൾ വരെ എത്തിച്ചു കൊടുക്കുകയും എന്നിട്ട് കുട്ടിക്ക് പരിഹാരമായിട്ട് കിട്ടാവുന്നതിൽ കുട്ടി ആഗ്രഹിച്ചതിനേക്കാളും എത്രയോ നല്ല സ്ലേറ്റിനെ സമ്മാനമായിട്ട് വാങ്ങിക്കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ ആ കാര്യത്തെ കൈകാര്യം ചെയ്യണം എന്നാണ് പലപ്പോഴും പറയുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മുടെ കുട്ടിക്ക് ഇന്നിപ്പോ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും പറയുമ്പോൾ, ഇപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചു, നമ്മുടെ രക്ഷിതാവ്, നമ്മുടെ ഉമ്മ നമ്മളെ വളർത്തിയ സാഹചര്യമാണോ നമ്മൾ നമ്മുടെ കുട്ടിയെ വളർത്തുന്നത് എന്ന് ചോദിച്ചപ്പോ പലരും നോ പറയുന്നതിന്റെ ഒരു സാഹചര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ പല ആവശ്യങ്ങളും പലപ്പോഴും നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് കഴിയാതിരുന്ന ഒരു സാഹചര്യങ്ങളിലൂടെയായിരുന്നു നമ്മൾ വളർന്നു വന്നത്. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് ആവശ്യങ്ങളായിട്ട് തോന്നുന്ന എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് ആവശ്യപ്പെടുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറുകയാണ്. നമ്മുടെ കുട്ടിക്ക് ലൈറ്റ് ഇടുമ്പോൾ സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തുന്ന രീതിയിലേക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ മാറുമ്പോൾ നമ്മുടെ കുട്ടിയുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി വല്ലാതെ കുറഞ്ഞു പോകുന്നുണ്ട് എന്നും, കൃത്യമായിട്ട് കിട്ടാത്തൊരു സാഹചര്യത്തെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത്, ഏത് രീതിയിലാണ് ആ സംഭവത്തിന്റെ ആ അനുഭവങ്ങൾ ഏത് രീതിയിലാണ്, ആ അനുഭവങ്ങൾക്ക് എങ്ങനെയാണ് കയ്പുണ്ടാകുന്നത് എന്നുള്ളത് കൃത്യമായി അറിയാതെ കുട്ടിക്ക് ഭയങ്കര പ്രയാസങ്ങളിലേക്ക് ആ കുട്ടി എത്തുന്നതാണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കുട്ടികൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ വളരെ പെട്ടെന്ന് കൊടുക്കണം. ആവശ്യമുള്ള സാധനങ്ങളാണെങ്കിൽ പറ്റുന്ന ടൈമിലേക്ക് നമ്മൾ അതിനെ ഒന്ന് ലാഗ് ചെയ്യിപ്പിക്കണം. അനാവശ്യമാണെങ്കിൽ വളരെ പൂർണ്ണമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? അതിലേക്ക് കൃത്യമായിട്ടുള്ള ഒരു നോ പറയാൻ വേണ്ടി പറ്റുന്ന, കുട്ടിക്ക് ആവശ്യമില്ലാത്തൊരു കേസാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നോയും കൂടി കേൾക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ നമ്മളെ കുട്ടിയെ മനസ്സിലാക്കിയെടുക്കണം ചെറിയ പ്രായം മുതലേ. മറ്റൊന്നാണ് ഡിജിറ്റൽ ഡിറ്റോക്സ്. എന്താണ്? സോഷ്യൽ മീഡിയകളിലൂടെ നമ്മുടെ കുട്ടികളെ കാണുന്നത്. ഈ അടുത്ത് ഞാൻ വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവം പറയാം. ഞാൻ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കിയ സമയത്ത് അതിലൊരു റീല് വന്നത് ഇതൊരു കോടീശ്വരനായിട്ടുള്ള ഒരാളുടെ ഒരു ഡെയിലി റുട്ടീനാണ്. അയാള് രാവിലെ 4:35 എഴുന്നേൽക്കുന്നു. പോയിട്ട് ഫ്രഷ് ആയിട്ട് തിരിച്ചു വരുന്ന സമയത്തേക്ക് അയാളുടെ അംഗപരിചാരകര് പോലെയുള്ള ആളുകള് അയാൾക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം കൊടുക്കുന്നു, അത് കൊടുക്കുന്നു, ഇങ്ങനെ കൊടുക്കുന്നു, അങ്ങനെ കുറെ സാധനങ്ങൾ അയാൾക്ക് കൊടുക്കുന്നു. അയാള് കുറച്ചു നേരത്തേക്ക് ഫോൺ നോക്കുന്നു. ഫോൺ അവിടെ ഒക്കെ ടൈം എഴുതി കാണിക്കുന്നുണ്ട്. 4:35, 4:50, 4:55 അങ്ങനെ ടൈമിങ്ങനെ കൃത്യമായിട്ട് കാണിക്കുന്നു. അയാൾ വർക്കൗട്ടിന് പോകുന്നു, കൃത്യമായിട്ട് വർക്കൗട്ട് ഒക്കെ ചെയ്ത് കൃത്യമായിട്ട് വരുന്നു, കറക്റ്റ് 15 മിനിറ്റ് റെസ്റ്റ് എടുക്കുന്നു, വീണ്ടും കുളിക്കുന്നു, ഓഫീസിലേക്ക് പോകുന്നു. ഡെയിലി റുട്ടീൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവരുടെ ലൈഫ് സ്റ്റൈൽ ഒക്കെ ഭയങ്കര ഹെവി ലൈഫ് സ്റ്റൈൽ ആയി.
പലപ്പോഴും കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര മോനെ ഇതിലേക്ക് നമ്മൾ എത്തണം, ഇതാണ് ലൈഫ്, നമ്മളെ ലൈഫ് ഒന്നും ഒരു ലൈഫ് അല്ല എന്നുള്ള രീതിയിലേക്കുള്ള ചിന്തയിലേക്ക് നമ്മുടെ കുട്ടികൾ മാറാണ്. ഇന്നലെയാണ് ഒരു പിന്നെ ആത്മഹത്യാക്കുറിപ്പ് ഒരു പെൺകുട്ടിയുടെ. അതെന്റെ ഫോണിലുണ്ട്, ജസ്റ്റ് വെയിറ്റ്. ആ, 12 വയസ്സുള്ള ഒരു കുട്ടി, 16 വയസ്സുള്ള കുട്ടി 19 വയസ്സുള്ള ഒരു കൊറിയക്കാരനുമായിട്ട് പിന്നെ ഫേസ്ബുക്കിലോ എന്തിലോ ചാറ്റിലേക്ക് വന്നു. അയാൾക്ക് അയാള് എന്തോ അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഈ കുട്ടി ഇവിടുന്ന് ആത്മഹത്യ ചെയ്യാണ്. ഈ കുട്ടി പിന്നെ ഇത് വാർത്തയിൽ ഇന്നലെ വന്നതാണ്. ഇന്നലെ മിനിഞ്ഞാന്ന് മറ്റോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിരുന്നു. ഈ കുട്ടി എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൽ. കൃത്യമായി ഇംഗ്ലീഷ് പോലും കൃത്യമായിട്ടുള്ള രീതിയിൽ ആ കുട്ടിക്ക് എഴുതാൻ അറിയില്ല. പക്ഷെ ആ കുട്ടി കൃത്യമായിട്ട് എഴുതി വെക്കാണ്. എനിക്ക് എല്ലാരെയും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ ഒരാളെ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ അയാൾക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. ഇനി എനിക്ക് എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മളെ കുട്ടിയുടെ ഇപ്പൊ ഈ അടുത്ത് ഞാൻ പറഞ്ഞു 2-3 ദിവസത്തിനിടയിൽ നടന്നൊരു കേസാണ്. ഈ സംഭവത്തിലേക്ക് എന്തിനു പറയണം, വീട്ടിലെ അക്വേറിയത്തില് മീൻ ചത്തു, ഇനി ഞാൻ എങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്ത നാടാണ് നമ്മുടെ കേരളം. ഓക്കെ. ഇപ്പൊ ഞാൻ പറഞ്ഞത് അത് ആ ഒരു കത്തിലേക്ക് പറഞ്ഞപ്പോ അതിലേക്ക് കണക്ട് ചെയ്ത് പോയതാണ്. ഡിജിറ്റൽ ഡിറ്റോക്സ്. നമ്മുടെ കുട്ടികൾ കാണുന്ന പല സംഭവങ്ങളും റിയാലിറ്റിയിലേക്ക് പോകുന്ന കാര്യങ്ങളല്ല. നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്താണെന്നുള്ളത് നമ്മുടെ കുട്ടിക്ക് കൃത്യമായിട്ട് ബോധ്യം വരണം. ആ ബോധ്യം വരണമെങ്കിൽ നമ്മുടെ കുട്ടികൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങി താഴേക്ക് വരണം. ആ ഇറങ്ങി താഴേക്ക് വരണമെങ്കിൽ കൃത്യമായി വീട്ടിൽ സംസാരിക്കാനുള്ള, വീട്ടിൽ നിന്ന് ഒരു സ്ക്രീൻ റുട്ടീനൊക്കെ വെച്ച് കൃത്യമായി ഇത്ര സമയമായി കഴിഞ്ഞാൽ മൊബൈൽ ഫോണൊക്കെ കൃത്യമായി മാറ്റിവെച്ച് വീട്ടിലുള്ള എല്ലാ ആളുകളും ഒരുമിച്ചിരുന്ന് കഥകൾ പറഞ്ഞ് സ്നേഹം പങ്കിടുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് കഴിയണം. ഇല്ലെങ്കിൽ നമ്മുടെ മക്കളൊക്കെ ഭയങ്കര അപകടകരമായിട്ടുള്ള രീതിയിലേക്കാണ് നമ്മളെ കുട്ടികൾ പോകുന്നത്. വീട്ടിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഴയതുപോലെ നമ്മുടെ ചെറുപ്പകാലത്ത് ഇതിലുള്ള പല ആളുകളും അവരവരുടെ ചെറുപ്പകാലത്ത് പല രീതിയിലും വീട്ടിലുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയതുപോലെ നമ്മുടെ മക്കളും വീട്ടിലുള്ള കാര്യങ്ങളിൽ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ കൊടുത്ത് ചെറിയ ചെറിയ റെസ്പോൺസിബിലിറ്റി, ചെറിയ ചെറിയ ആസ്വാദനങ്ങൾ വീട്ടിൽ നിന്നുള്ള രീതിയിലൊക്കെ കൊടുത്തിട്ട് നമ്മുടെ മക്കളെ ഡിജിറ്റലി കാര്യങ്ങളിൽ നിന്നും കൃത്യമായിട്ടൊന്ന് ഇറങ്ങി വരുന്ന രീതിയിലേക്ക് നമ്മൾ കൃത്യമായിട്ടൊന്ന് നമ്മുടെ മക്കളെ ഗൈഡ് ചെയ്യേണ്ടതുണ്ട്. കൃത്യമായിട്ട് ഒരു 20 മിനിറ്റ് എങ്കിലും ഒരു ദിവസം നമ്മളും നമ്മുടെ കുട്ടിയുമായിട്ട് കൃത്യമായിട്ടുള്ള സംസാരം നടക്കണം. ആ സംസാരം നടക്കുന്നത് കുട്ടിയിൽ കൃത്യമായിട്ടുള്ള ഒരു സുരക്ഷാ ബോധം വളർത്തിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ കുട്ടിയിൽ ചെറിയ ചെറിയ പരാജയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് കുട്ടിയുടെ കൂടെ നിന്നുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ പരാജയം ഉണ്ടായത് എന്നുള്ളത് കൃത്യമായി പഠന വിധേയമാക്കിക്കൊണ്ട് കുട്ടിക്ക് കൃത്യമായ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി കൊടുക്കാൻ, ഒരു സഹായം കൊടുക്കാൻ, വൈകാരികമായിട്ട് കൃത്യമായി എന്താ പറയാ ആ ഒരു രീതിയിൽ സ്റ്റേബിൾ ആയി നിൽക്കാനുള്ള ഒരു സഹായം കൊടുക്കാൻ വേണ്ടി നമുക്ക് കഴിയണം. അതുപോലെ തന്നെയാണ് നമ്മുടെ മക്കൾക്ക് കൃത്യമായിട്ടുള്ള ആഹാരം, പോഷകാഹാരങ്ങൾ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇന്നലെ ഞാനൊരു രക്ഷിതാവുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് 3 കുട്ടികളാണ്. എനിക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ ഒരു കേസ്, അവര് കൃത്യമായിട്ട് അവരുടെ ഭക്ഷണ ക്രമീകരണങ്ങളിൽ കുട്ടിക്ക് ഒരു ദിവസം എത്ര കണ്ട് പച്ചക്കറിയുടെ അംശങ്ങൾ കുട്ടിക്ക് കേറണം, ആഴ്ചയിൽ എത്ര മീറ്റ് കേറണം, ആഴ്ചയിൽ എത്ര ബാക്കിയുള്ള സാധനങ്ങൾ കേറണം എന്നുള്ളത് കൃത്യമായിട്ട് കാൽക്കുലേഷൻ എന്നുള്ള രീതിയിൽ ഇന്ന ദിവസം ഇന്ന സാധനം കൊടുക്കും, ഇന്ന ദിവസം ഇന്ന സാധനം കൊടുക്കും എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു റുട്ടീൻ ചെയ്തു വെച്ചിട്ടുള്ള ഒരു സംഭവം പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ആ ഒരു രീതിയിലുള്ള പരിഗണന, കാരണം ആ ഒരു സംഭവം കുട്ടിയുടെ ശരീരത്തിന് മാത്രമല്ല കുട്ടിയുടെ ബുദ്ധിക്ക് പോലും കൃത്യമായിട്ടുള്ള വളർച്ചയ്ക്ക് കാരണമായി പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ നമ്മൾ കുട്ടിക്ക് കൃത്യമായിട്ടുള്ള വ്യായാമം, കളിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സംസാരം വീട്ടിൽ നടക്കുന്നത്, കൃത്യമായിട്ടുള്ള നല്ല ഭക്ഷണങ്ങൾ കൊടുക്കുന്നത്, കുട്ടിയുടെ ഉറക്ക് കൃത്യമായിട്ട് നേരെയാകുന്നത്, കുട്ടികളെ ഒരു വിധത്തിലും മറ്റുള്ളവരുമായിട്ട് താരതമ്യത്തിന്റെ ഒരു കേസ് പറയുന്ന സമയത്ത് ഞാൻ എന്റെ ക്ലാസ്സിൽ മുന്നേ പങ്കെടുത്ത 1-2 പേരെ ഞാനിപ്പോ ഇതിൽ കാണുന്നുണ്ട്. അവരോട് ഞാൻ ഈ ഒരു കേസ് പറഞ്ഞതാണ്. ഞാൻ ഒരു സ്ഥലത്ത് ക്ലാസ്സിന് പോയ സമയത്ത് ഞാൻ കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞ സമയത്ത് ഒരു പാരന്റ് കൈകൊന്തിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറേ ഒരു കാരണവശാലും നിങ്ങൾ പറയുന്നതിനോട് യോജിക്കാൻ വേണ്ടി കഴിയില്ല. ഞാൻ ചോദിച്ചു എന്ത് പറ്റി?
കുട്ടിയോട് കമ്പാരിസൺ പാടില്ല എന്ന് പറയാൻ വേണ്ടി നമുക്കാവൂല. കാരണം നമ്മൾ പലപ്പോഴും കുട്ടിയോട് ഇന്നാളെ ഇന്നാളെ കണ്ടുപഠിക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരാളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോ പെണ്ണുങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരാളും കൂടി കൈകുതിച്ച് പറയാണ്, സാറേ അയാൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. നമുക്ക് കൃത്യമായിട്ടൊരു മുമ്പിൽ ഒരാൾ കാണിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം വരുത്തുണ്ടെന്ന് പറഞ്ഞു. ഇതൊരു പോസിറ്റീവാണ്. ഇത് നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട. ഇത് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, നമ്മുടെ ഹസ്ബൻഡ് ഇന്ന് വന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, അപ്പുറത്തെ ഫാരിസിന്റെ ഓളെ നോക്കിയേ, എന്ത് നല്ല പെണ്ണ്, ഓള് ചെയ്യുന്നതെല്ലാം കാണണം, ഓളെ ഹസ്ബൻഡിന് ചെയ്തു കൊടുക്കുന്നതെല്ലാം നോക്കി എന്ത് നല്ല രസാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഇനി നേരെ തിരിച്ചാവട്ടെ, നമ്മൾ നമ്മുടെ ഹസ്ബൻഡിനോട് പറയാണ്, അപ്പുറത്തോനെ നോക്കിയ ബിലാല്, ഓന്റെ ഭാര്യ എന്നത് നോക്കുന്ന കണ്ട ഇങ്ങനെയാ പറയുന്നുണ്ട, നമുക്ക് തോന്നുന്ന വികാരങ്ങൾ, ഇതിലുള്ള ആണുങ്ങളുണ്ടെങ്കിൽ നമുക്ക് തോന്നുന്ന വികാരങ്ങൾ ഏത് രീതിയിലാണ്? ഇതേ ഇത്രയും പ്രായവും പക്വതയുള്ള നമ്മൾക്ക് വൈകാരികമായിട്ട് ഈ പറയപ്പെട്ട കമ്പാരിസൺ എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഏത് രീതിയിലാണ് ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയുക? അപ്പോ സ്റ്റെബിലിറ്റി നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ കുട്ടികളുടെ മാനസികമായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടി ഏറ്റവും നല്ല ഫ്രണ്ട്സ് ആയിട്ട് നമ്മൾ അവരടുത്ത് മാറുക. നന്നായിട്ട് സംസാരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. ഏത് വിഷയങ്ങൾ വന്ന് പറയുമ്പോഴും നമ്മൾ ആ പ്രശ്നങ്ങളെ നമ്മുടെ കുട്ടിയുടെ പ്രായത്തിനും അതുപോലെ തന്നെ അവരുടെ വൈകാരിക തലങ്ങളിലേക്കും ഇറങ്ങി നിന്നുകൊണ്ട് വളരെ സ്വീകാര്യമായ രീതിയിൽ അവരോട് സംസാരിച്ചുകൊണ്ട് അവർക്ക് അവരുടെ പ്രയാസങ്ങൾ നമ്മളോടൊന്ന് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു റിലീഫ് കൊടുക്കാൻ വേണ്ടി നമുക്ക് കഴിയണം. ആ ഒരു രീതിയിലുള്ള റിലീഫ് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികളുള്ള സംസാരങ്ങൾ കൃത്യമായിട്ട് നമ്മളോട് വന്ന് പറയുകയും കുട്ടിക്ക് എന്ത് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും കുട്ടി കൃത്യമായിട്ട് നമ്മളോട് വന്ന് പങ്കുവെക്കുന്ന രീതിയിലേക്ക് നമ്മുടെ കുട്ടി മാറുകയും ചെയ്യുള്ളൂ. അപ്പോ വൈകാരികമായിട്ട് നമ്മുടെ കുട്ടികളെ നല്ലൊരു ഹ്യൂമൻ ബീങ് ആയി ഒരു നല്ലൊരു വൈകാരികമായി അല്ലെങ്കിൽ മാനസികമായിട്ട് നല്ലൊരു ബലമുള്ള ഒരു മക്കളായിട്ട് നമ്മുടെ മക്കളെ നമ്മുടെ ചെറിയ പ്രായം മുതലേ കൃത്യമായിട്ട് വളർത്തിയെടുക്കണം. ഏതെങ്കിലും സാഹചര്യങ്ങളിൽ നമ്മുടെ കുട്ടികൾ ഏതെങ്കിലും പ്രയാസങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് തോന്നുകയാണെങ്കിൽ, നമുക്ക് പരിഹരിക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായി തൊട്ടടുത്തുള്ള ഏതെങ്കിലും കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് പോവുക. ഇനിയിപ്പോ ചിലർ ചിന്തിക്കും, സാറേ കൗൺസിലിങ്ങിനൊക്കെ പോവാന്ന് പറഞ്ഞാൽ ചിലരടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ 2000, 3000, 1000, 1500 ഒക്കെ കൊടുക്കണം. എനിക്ക് അത്തരത്തിലുള്ള പ്രയാസമാണ്, എനിക്ക് അങ്ങനെയുള്ള പ്രയാസങ്ങൾ എനിക്കുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ, കൗൺസിലിംഗ് ആയിട്ടുള്ള സംഭവങ്ങൾ ഒരുപാട് രീതിയിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടുന്ന ഒരുപാട് മേഖലകളുണ്ട്. ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റുകളുണ്ട്. ഇനി ചൈൽഡ് ലൈൻ ഉണ്ട്. ഈ പറയപ്പെട്ട ഒരുപാട് രീതികൾ, കൗൺസിലിംഗ് കിട്ടാൻ പറ്റുന്ന ഒരുപാട് രീതികൾ ഇന്ന് കേരളത്തിൽ സൗജന്യമായിട്ട് കിട്ടാനുള്ള ഒരുപാട് സ്റ്റേജുകളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്നിലേക്ക് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് ആ ഒരു രീതിയിലേക്ക് നമ്മുടെ കുട്ടിയുടെ പ്രയാസങ്ങളെ കൃത്യമായിട്ട് പരിഹരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം. അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ തയ്യാറാവണം. നമ്മൾ ആ രീതിയിലേക്ക് നമ്മളും അത്യാവശ്യം വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് കൃത്യമായി ക്ലാസ്സിലൊക്കെ പങ്കെടുത്ത് ആ ഒരു രീതിയിലേക്ക് നമ്മളും മാറി വരണം. ഇതാണ് ഇൻഷാ അള്ളാ നമ്മുടെ ഒരു മൊത്തത്തിലുള്ള ഇന്നത്തുള്ള ഒരു ഒരു സെഷനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇൻഷാ അള്ളാ ഇനി ഏതായാലും അതിന്റെ കൂടെ നിങ്ങളോട് മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താണ്. നമ്മൾ ഇതിന്റെ ബ്രെയിൻ വേവ്സ് അക്കാഡമിയുടെ ഇപ്പോൾ നിലവിലുള്ള ഒരു കോഴ്സാണ് സയന്റിഫിക് പാരന്റിംഗ് കോഴ്സ് എന്ന് പറയുന്നത്. 10 ദിവസം കൃത്യമായിട്ട് കുട്ടികളുടെ ഓരോ ഏജ് ബേസ് ആയിട്ടുള്ള വളർച്ചയെ പറ്റി കൃത്യമായിട്ട് പറയുന്ന, അവർക്ക് അത്യാവശ്യമായിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട സ്കില്ലുകളെ പറ്റി പറയുന്ന, കൃത്യമായ ശാരീരിക, മാനസിക, സാമൂഹിക വളർച്ചകളെ പറ്റി പറയുന്ന, എല്ലാ അർത്ഥത്തിലും അത്യാവശ്യം ഒരു വീട്ടിലുള്ള ഒരു അമ്മ അല്ലെങ്കിൽ ഒരു ഫാദർ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു രീതിയിലുള്ള ഒരു 10 ദിവസത്തെ ഒരു കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. 399 രൂപയാണ് നമ്മൾ അതിന്റെ കോഴ്സിന്റെ ഫീ ആയിട്ട് ഈടാക്കുന്നത്. 10 ദിവസം ഓൺലൈൻ ആയിട്ടാണ് ക്ലാസ് ഉണ്ടാവുക. അതിന്റെ കൂടെ ഓൺലൈനിൽ പങ്കെടുക്കാൻ പറ്റാത്ത ആളുകൾക്ക് റെക്കോർഡ് ഉണ്ടാവും. പരമാവധി ഓൺലൈനിലേക്ക് പങ്കെടുക്കണം എന്നുള്ളതാണ്. ആ ഒരു കോഴ്സിന്റെ പുതിയ ബാച്ച്, 5ാമത്തെ ബാച്ച് ഈ വരുന്ന 5-ാം തീയതി, മറ്റന്നാളെ ഇന്നിപ്പോ 1-ാം തീയതി, 5-ാം തീയതിയിലേക്ക് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ പങ്കെടുത്ത ആർക്കെങ്കിലും ആ ഒരു ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ഗ്രൂപ്പിൽ ബന്ധപ്പെടാം. ഗ്രൂപ്പിൽ നമ്പർ ഉണ്ടാവും, പേഴ്സണലായിട്ട് ബന്ധപ്പെടാം. ഓക്കെ, ഇന്ന് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ആർക്കെങ്കിലും ഫീഡ്ബാക്കോ മറ്റോ പറയാനുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ഒന്ന് കേൾക്കാം. ആരെങ്കിലും ഒരാൾ?
ഷാലിക് സാർ ലൈനിലുണ്ടോ? സാറേ ക്ലാസ്സൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ താങ്ക് യു. തലമുറ അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു തന്നത്. ഞാൻ കുറച്ച് എൻ്റെ മക്കളൊക്കെ കുറച്ചൊക്കെ വലുതായ ഒരാളാണ്. പക്ഷെ ഞാനൊരു അംഗനവാടി ടീച്ചറൊക്കെയാണ്. എന്നാലും നമുക്കും ഇത് അറിയണം എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ഞാനിതിൽ ജോയിൻ ചെയ്തത്. നന്നായിട്ടുണ്ടായിരുന്നു. താങ്ക് യു. താങ്ക് യു. ഉം. ഓക്കെ. അങ്ങനെയെങ്കിൽ പിന്നെ ഞാൻ കുറച്ച് നേരത്തേക്ക് നമ്മുടെ ഗ്രൂപ്പ് ഒരു പിന്നെ അഡ്മിൻ ഓൺലിന്ന് മാറ്റും. പറ്റുന്നവരൊക്കെ ഒന്ന് ഒരു ചെറിയൊരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അത് ഈവൻ നെഗറ്റീവ് ആണെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ ക്ലാസ്സിൽ വരുത്തേണ്ടതുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് അതിലേക്കൊന്ന് എഴുതി അറിയിക്കാം. ഓക്കെ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഞാൻ പറഞ്ഞ ക്ലാസ്സിന്റെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ ഗ്രൂപ്പിലേക്ക് ഒന്ന് പോസ്റ്റ് ചെയ്യും. ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ. ഈ ഒരു പിന്നെ വിലപ്പെട്ട ദിവസം, വിലപ്പെട്ട സമയം നിങ്ങളിവിടെ ചെലവഴിച്ചതിൽ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ. താങ്ക് യു.